ഒന്ന് ചോദിക്കും കേക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും കൂടെ അതെ ന്യൂക്ലിയർ പ്രേതം മഹബൂബും കൂടെ രണ്ടുപേരും കൂടെ ചേർന്ന് സംസാരിക്കും, ഞങ്ങൾ കേട്ടോണ്ടിരിക്കും. നമസ്കാരം കൂട്ടുകാരാ. ഗുഡ് മോർണിംഗ്, നമസ്കാരം. നമസ്കാരം മെഹബൂബേ, സബാൽ നൂർ. സുഖമായിരിക്കുന്നു മെഹബൂബേ. ഞങ്ങളപ്പോ ഇസ്ലാമിക സ്വർഗത്തിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കണേ. അപ്പൊ ആ സ്വർഗത്തിനെ കുറിച്ച് മെഹബൂബ് ഒന്ന് പറഞ്ഞു തരാമോ കുറച്ചു നേരം? അവിടെ ഈ ബാലന്മാരെന്തിനാണെന്ന് അറിയണം. പിന്നെ ഈ പൊരിച്ച മീനിന്റെ കരള് കിട്ടുമെന്ന് പറയുന്നുണ്ട്. മീൻ വറുത്തത് കിട്ടുമോ? പിന്നെ മുദ്ര വയ്ക്കപ്പെട്ട മദ്യം കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെ ബ്രാൻഡ് കിട്ടും? അങ്ങനെ ഒന്ന് പറഞ്ഞു തരാമോ? ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട്. സ്വർഗത്തിനെ പറ്റിയിട്ട് 3-ാമത്തെ അധ്യായത്തില് 15-ാമത്തെ വചനത്തിലാണ് പറയുന്നത്. ഒരു മിനിറ്റ് ഞാൻ നിൽക്കട്ടെ. അല്ല, ന്യൂക്ലിയർ അവിടെ ഈ നെത്തോലിയുടെ കരള് കിട്ടുമോ? അത് ചാൻസ് കുറവായിരിക്കും അച്ഛൻ. തിമീങ്കലും ഉണ്ടല്ലോ, ഒരു 3 ദിവസം 4 ദിവസം ചീഞ്ഞേൻ്റെയൊക്കെ ആയിരിക്കും കിട്ടാണ്. കാരണം അതാണല്ലോ മുഹമ്മദ് കഴിച്ചുകൊണ്ടിരുന്നത്. അവിടെ കിട്ടുന്നല്ലോ ഒന്നര ഐക്കൂറയുടെ കരളാണ് അല്ലേ മെഹബൂബെ? ഞാൻ വായിക്കാം 14-ാമത്തെ വചനം മുതൽക്ക്. ഭാര്യമാർ, പുത്രന്മാർ, ഓമ്പാരമായി കൂട്ടിയ സ്വർണം, വെള്ളി, മേത്തരം, കുതിരകൾ, നാൽക്കാലി വർഗങ്ങൾ, കൃഷിയിടം എന്നിങ്ങനെ ഇഷ്ടപ്പെട്ട വസ്തുക്കളോടുള്ള പ്രേമം മനുഷ്യർക്ക് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ ഇഹലോക ജീവിതത്തിലെ വിഭവങ്ങളാകുന്നു. അള്ളാഹുവിൻ്റെ അടുക്കലാകുന്നു മനുഷ്യർക്ക് ചെന്നു ചേരാനുള്ള ഉത്തമ സങ്കേതം. നബിയെ പറയുക, അതിനേക്കാൾ ഇഹലോക സുഖങ്ങളെക്കാൾ നിങ്ങൾക്ക് ഗുണകാരകമായിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരട്ടെയോ? സൂക്ഷ്മത പാലിച്ചവർക്ക് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകളുണ്ട്. അവർ അവിടെ നിത്യവാസികളായിരിക്കും. പരിശുദ്ധരായ ഇണകളും അവർക്കുണ്ടായിരിക്കും. കൂടാതെ അള്ളാഹുവിന്റെ പ്രീതിയും. അള്ളാഹു തന്റെ ദാസന്മാരുടെ കാര്യങ്ങൾ കണ്ടറിയുന്നവരാണ്. ഇത് എത്രാമത്തെ സൂറ മെഹബൂബ് വായിക്കുന്നത്? 3-ാമത്തേല് 14. ഇനി ദാസിമാരുടെ വായിക്കും. ദാസിമാരുടെയും കൂടി, ദാസന്മാരുടെ എന്നാണല്ലോ പറഞ്ഞത്. ദാസിമാരുടെ വായിക്കും. അല്ല, ഇവിടെ പരിശുദ്ധരായ ഇണകൾ എന്നാ പറഞ്ഞത്. ഇണകളെന്നല്ല, അവിടെ ദാസന്മാരുടെ കാര്യം അല്ലാഹു അവിടെ സ്പെസിഫിക്കലി ജെൻഡർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാരും പെട്ട്, ദാസനും ദാസികളൊക്കെ പെട്ടയില്. ദാസിമാർക്ക് ഒരറിയിപ്പ് ഇത് നമ്മള് കഴിഞ്ഞ ഒരു 400 ദിവസത്തിന് മുന്നേ ഉള്ള ഇടപെടലല്ല. ഇതൊരു നല്ല രീതിയിലുള്ള ചർച്ചയായിരിക്കണം. നമ്മള് ഒരാളെ കളിയാക്കുകയൊന്നുമല്ല വേണ്ടത്. അല്ല, പഠിച്ച് മനസ്സിലാക്കണം. അതെ, പറഞ്ഞോളൂ. അല്ല, ഇതില് ദാസന്മാരുടെ വായിച്ചു. അപ്പൊ ദാസിമാരുടെ കാര്യം അവിടെ എഴുതിയിട്ടില്ല. അവിടെ ഇണകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇണകളെ ചേർത്ത് കൊടുക്കുന്നല്ലേ പറഞ്ഞേക്കണേ. ഒന്നുകൂടി വായിക്കാമോ മെഹബൂബയില്? അവിടെ പെണ്ണുങ്ങളെ കുറിച്ച് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം ഇസ്ലാമിക സ്ത്രീകളെ കുറിച്ച് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്കൊന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് പറയാം. മെഹബൂബ് ബ്രദറെ, ബോബിയാണ്. നമുക്ക് ഇതിനൊന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് പോവാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാൻ ഒരു അവസരമാണല്ലോ. എന്താ? അല്ല, അള്ളാഹുവിന്റെ ദാസന്മാർ ഞാൻ പറഞ്ഞു തീർന്നില്ല. ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. അതായത് ഈ അള്ളാഹുവിന്റെ ദാസന്മാരെ കുറിച്ച് പറഞ്ഞു ഇതിനകത്ത്. അപ്പൊ അള്ളാഹുവിന്റെ ദാസന്മാർക്ക് കിട്ടുന്ന കാര്യങ്ങൾ അവർക്ക് ഇണയെ ചേർത്ത് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോ ദാസിമാരുടെ കാര്യം എന്താണെന്നാണ് ന്യൂക്ലിയർ ബ്രദർ ചോദിക്കുന്നത്. അതങ്ങനെയല്ലേ ന്യൂക്ലിയർ ബ്രദറെ? അതെ, അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, അള്ളാഹുവിന്റെ ദാസന്മാർ എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ അനുസരിക്കുന്ന, പ്രവാചകനെ അനുസരിക്കുന്ന, യേശുവിനെ അനുസരിക്കുന്ന എല്ലാവരും അതിൽ പെട്ട്. അതിൽ ദാസികൾ എന്നുള്ള വേറെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും അതിൽ പെട്ട്. മെഹബൂബെ, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അല്ല, ഞാൻ ചോദിക്കുന്നതേ, ഇപ്പൊ ദാസന്മാരെന്നാണ് അവിടെ പറയുന്നത്. കൂടാതെ നിങ്ങളുടെ സ്വർഗത്തിൽ 72 ഹൂറിമാരെ കൊടുക്കുന്നതും അത് പെണ്ണുങ്ങളെ തന്നെയാണ് കൊടുക്കുന്നത്. അതെന്താണ് അങ്ങനെ പറയുന്നത്? പെണ്ണുങ്ങള് നരകത്തിലെ വിറകുകൊള്ളികളാ. ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അവിടെ. അല്ല, അതൊന്നും പറഞ്ഞ മെഹബൂബെ. ദാസിമാരെ എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഈവൻ ദാസിമാരിപ്പം ഇനി അവിടെ പോയാലും അവർക്ക് അവിടെ എന്താ ഉള്ളതെന്നേ. ഇപ്പം മെഹബൂബിനാണെങ്കിൽ 72 ഹൂറിയെ കിട്ടും. ഈ പെണ്ണുങ്ങൾക്ക് എന്താ കിട്ടുന്നത്? അതൊന്ന് പറഞ്ഞേ. ദാസിമാർ ഇപ്പം സപ്പോസ് ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും അവിടെ?
അത് അല്ല, ന്യൂക്ലിയറിന് അവർക്ക് അറിയത്തില്ലേ? അവരാഗ്രഹിക്കുന്നത് ഇവരിങ്ങനെ ഈ കിട്ടും. ഇരുമ്പ് അതന്നെ ചട്ടി സ്വർഗം ഇട്ടോണ്ട് എന്ന് പറയുന്നത്. ഇരുമ്പ് ചട്ടി ഇട്ടോണ്ട് പൊതിഞ്ഞോണ്ട് പോകുന്ന ഒരു സാധനമുണ്ട്, അത് കിട്ടും. അല്ല, അവർക്ക് മെഹബൂബ് അവരാഗ്രഹിക്കുന്നത് കിട്ടും. ദാസന്മാരായാലും ദാസിമാരായാലും അല്ല, അത് അവർക്ക് അത് അവരാഗ്രഹിക്കുന്ന ഇതുപോലെ അനുഗ്രഹം വായിച്ച ആ ഒരിക്കലും ലഭിക്കും. ഖുറാനിൽ നിന്ന് എടുത്തൊന്ന് വായിച്ചത്. എങ്ങനെ? ഇപ്പൊ മെഹബൂബ് വായിച്ചില്ലേ? മെഹബൂബ് ആ ഖുറാനിൽ നിന്ന് എടുത്ത് ആ പെണ്ണുങ്ങൾക്ക്, ഇത് ഇസ്ലാമിക സ്ത്രീകൾക്ക് അവിടെ എന്താ കിട്ടണെന്നുള്ളത് ആ ഖുറാനിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചേ. അള്ളാഹുവിന്റെ ദാസന്മാർ എന്ന് പറഞ്ഞ അതിൽ പെണ്ണുങ്ങൾ ആണുങ്ങളൊന്നും ഇല്ല. അള്ളാഹുവിന്റെ ദാസന്മാരാണ്. ഞാൻ ന്യൂക്ലിയറിന്റെ ഒരു ദാസന്മാരല്ല ഒറ്റ പറ്റിയല്ലേ കാര്യം പറയണേ. നോക്കുകയെ, ഞാനൊരു ഒറ്റ ചോദ്യം നോക്കണി. മെഹബൂബെ, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈ പിന്നെ വിശുദ്ധ ബൈബിള് പറയുന്നത് നിങ്ങളെല്ലാവരും ദൂതന്മാരെ പോലെ ആകുമെന്നാണ് പറയുന്നത് സ്വർഗത്തിൽ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഇപ്പൊ പോകണ്ട. ഞാൻ പറഞ്ഞെന്ന് മാത്രം. പക്ഷെ ഇവിടെ നിങ്ങൾ പറയുന്ന പോലെ രണ്ട് ജെൻഡറിൽപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. പക്ഷേ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിട്ടും പുരുഷന്മാരുടെ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, സ്ത്രീകളുടെ കാര്യം പറയുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പുരുഷന്മാർക്ക് 72 ഹൂറികളും മദ്യപ്പുഴയും പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ലഭിക്കുമെന്ന് പറയുമ്പോൾ ഈ സ്ത്രീകളെ പറ്റി എന്തുകൊണ്ടാണ് അള്ളാഹു പാടെ മറന്നു കളഞ്ഞതെന്നാണ് ചോദ്യം. ഇനി സ്ത്രീകളെ പറ്റി ചോദിക്കുമ്പോ ട്രാൻസ്ജെൻഡറിനെ പറ്റി എവിടെ പറഞ്ഞത്? അവർക്ക് അല്ല, അത് സ്ത്രീകളെ അത് പറ്റി നമുക്ക് പറ, ഈ ട്രാൻസ്ജെൻഡർ അല്ല. സ്ത്രീകള് കഴിഞ്ഞിട്ടാണ് നമുക്ക് അത് അതിലേക്ക് പോകേണ്ടത്. അത് അള്ളാഹുവിന് അറിഞ്ഞൂടാ. എന്ന് ട്രാൻസ്ജെൻഡറിന്റെ പറഞ്ഞ കാര്യം അല്ല. അള്ളാഹുവിന് അറിഞ്ഞൂടാ. സ്ത്രീകൾക്ക് അത് എന്ത് കിട്ടുമെന്ന് പറ മെഹബൂബെ. അത് യേശുവിനെ അംഗീകരിച്ച എല്ലാ മെഹബൂബെ, ദാസന്മാർ പറഞ്ഞ മെഹബൂ എല്ലാവരും. അങ്ങോട്ട് ചാടി ചാടി കളിക്കാതെ. പുരുഷന്മാർക്ക് നിങ്ങൾക്ക് ചാടിച്ചാടിയല്ലോ ഹൂറിമാരെ യേശു കിട്ടും, പ്രവാചകന്മാരെ പുരുഷന്മാർക്ക് അംഗീകരിക്കുക ഹൂറിമാരെ എന്ന് പറഞ്ഞാൽ കിട്ടും, എന്താണ്? ബാലന്മാരെ കിട്ടും, മദ്യപ്പുഴ കിട്ടും, പൊരിച്ച മീനിന്റെ കരള് കിട്ടും, ഇങ്ങനെ പല പല സാധനങ്ങൾ കിട്ടും. അന്നേരം സ്ത്രീകൾക്ക് എന്ത് കിട്ടുമെന്ന് പറ. ഇസ്ലാമിക സ്ത്രീകൾക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ മതി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡർക്കും താത്താമാർക്ക് എന്ത് കിട്ടും? വികലാംഗന്മാർക്കും എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്നത് താത്താമാർക്ക് സ്വർഗത്തിൽ എന്ത് ലഭിക്കും. കിട്ടും? അത് ഖുറാൻ റെഫറൻസ് അവർക്ക് തന്നെ. സ്വർഗത്തിൽ ലഭിക്കും. സ്ത്രീകൾക്ക് എല്ലാവർക്കും ലഭിക്കും. സ്ത്രീകൾക്കുള്ളത്. ദാസന്മാർ ആദ്യം ദാസന്മാരാകുക വേണ്ടത്. ദാസന്മാർ എന്ന് അല്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദാസന്മാരാകുന്നതോടുകൂടി പറഞ്ഞില്ലേ, ജെൻഡർ അവിടെ എന്തായിരിക്കും? സ്പെസിഫൈ അവർക്ക് ചെയ്തിട്ടുണ്ട്. അവർ ആഗ്രഹിച്ച എല്ലാം നാളെ സ്വർഗലോകത്തിൽ ലഭിക്കും. മെഹബൂബ് ഇപ്പോൾ വായിച്ചതനുസരിച്ച് ഇസ്ലാമിക പുരുഷന്മാരുടെ കാര്യം മാത്രമാണ് വായിച്ചത്. എൻ്റെ ചോദ്യം, ഇസ്ലാമിൽ ഇതുപോലെ മനുഷ്യരുടെ വെട്ടത്ത് പോകാതെ ഇസ്ലാമിക നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടി കഴിയുന്ന പർദ എന്ന് പറയുന്ന ആ ഒരു ടോയ്ലറ്റ് ക്ലോത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സ്ത്രീകൾക്ക് എന്താണ് നിങ്ങളുടെ സ്വർഗത്തിൽ കിട്ടുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അതിൻ്റെ ഖുറാൻ റെഫറൻസ് എനിക്ക് തരാമോ? പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് മെഹബൂബെ. നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മാന്യമായിട്ട് സംസാരിക്കാം. ഇല്ല, അതല്ല ഇപ്പൊ ഒരാൾ അങ്ങനെ സംസാരിക്കുമ്പോ മെഹബൂബെ, അവന്റെ തന്തനെയും തന്തനെയും വിളിച്ചിട്ട് മെഹബൂബ് അങ്ങനെ സംസാരിക്കാം. തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയാണ് ഞങ്ങൾ ന്യൂക്ലിയർ ഇത്രയും ഭായി നേരം ചോദിച്ചത്. സാധാരണ അങ്ങനെ ചോദിക്കല്. ഇല്ല, ഇല്ല, അതായത് നിൽക്കില്ല. ഒരാളിട്ട് നമുക്ക് അങ്ങനെ സംസാരിക്കുമ്പോ പോകണ്ട. നമുക്ക് നായിന്റെ മോനൊക്കെ നമുക്ക് അങ്ങനെ ചോദിച്ചിട്ട് പോകണ്ട. നിങ്ങൾ സംസാരിക്കുക. നമുക്ക് അങ്ങനെ പോകണ്ട. മെഹബൂബെ, ഞാനിവിടെ മാന്യമായി സംസാരിക്കും. നിങ്ങൾ മാന്യമായി ചർച്ച ചെയ്യല്ല. നിങ്ങൾ അല്ല, ഞാനിവിടെ എന്താണ് നിങ്ങളിവിടെ പറഞ്ഞത്? ടോലി മാന്യതകേടായിട്ട് എന്ത് പറഞ്ഞു? പർദ്ദന അവഹേളിച്ചുകൊണ്ട് അങ്ങനെ ഒരു കുപ്പായം റസൂലൊക്കെ ഇറക്കിയതിന്റെ പറഞ്ഞാൽ ആയത്ത് എങ്ങനെ? വേണോ? സാരമില്ല, ഉമർ സാരമില്ല. പറഞ്ഞിട്ട്. അതൊക്കെ വിടാം. ഈ അങ്ങനെയാണെങ്കിൽ ഞാൻ ഉള്ളൂ, സ്ത്രീകൾക്ക് അല്ലെങ്കിൽ എന്ത് നിങ്ങൾ കിട്ടും? സംസാരിച്ച് ഞാൻ സ്ത്രീകൾക്ക് എന്ത് പോവാ. കിട്ടുമെന്ന് ഇല്ല. പറയാം മെഹബൂബെ, അതൊക്കെ വിടും. സ്ത്രീകൾക്ക് എന്ത് കിട്ടും? വിട് വിട് നിങ്ങളുടെ നമുക്ക് ജന്നയിൽ സ്ത്രീകൾക്ക് മെഹബൂബെ എന്ത് പിന്നെ കിട്ടും? എന്ത് മാന്യമായി കിട്ടും? സംസാരിക്കുക. അതല്ലാതെ മാന്യമായിട്ട് നമുക്ക് എല്ലാം അനാവശ്യമായിട്ട് വിട്ടേക്കാം. സംസാരിക്കുക. മെഹബൂബെ, അതൊക്കെ എല്ലാം ഇരട്ടിക്കാതെ വിട്ടേക്കാം. സ്ത്രീകൾക്ക് എന്ത് കിട്ടും? സ്ത്രീകൾക്ക് നമ്മുടെ അതെ, അങ്ങനെ താത്താമാർക്ക് എന്ത് വരട്ടെ കിട്ടും? ചോദ്യം. ജന്നയിൽ അങ്ങനെ ചെല്ലുമ്പോ താത്താമാർക്ക് എന്ത് കിട്ടുമെന്ന് പറ. അലൻ ആയിക്കോട്ടെ, ബദറെ, അത് അലൻ കുഴപ്പമില്ല. ബദറെ, അലൻ അതൊക്കെ ബദറെ, നല്ല നമ്മളെ എക്യു ചോദ്യങ്ങളാണ്. ബദർ അത് എടുക്കട്ടെ. എക്യു അല്ല, ബദർ എടുക്കട്ടെ. അത് എക്യു ബദർ ആകുമ്പോ കുറച്ച് ശാന്തമായിട്ട്. ഒന്ന് അല്ല, പറഞ്ഞിട്ട് ഒരു പോയ സെക്കൻഡ്, മെഹബൂബ്. ഒറ്റ സെക്കൻഡ്. അല്ല, ഒറ്റ സെക്കൻഡ്. എല്ലാം മായ്ച്ചു കളഞ്ഞു, ഇതുവരെയുള്ള എല്ലാം മായ്ച്ചു കളഞ്ഞു. മെഹബൂബെ, ഉത്തമയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ, ഒരു ഇസ്ലാമിക സ്ത്രീ, അവര് നല്ല ഈമാനുള്ള, നല്ല ഭക്തിയുള്ള, ഭർത്താവിന്റെ അനുസരണയുള്ള, 5 നേരം മക്കളെ നന്നായിട്ട് നിസ്കരിക്കുന്ന, വളർത്തിയ, സക്കാത്ത് കൊടുക്കുന്ന, നിസ്കരിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, എല്ലാ ഇസ്ലാമിക നിയമങ്ങളും അംഗീകരിച്ച് നിങ്ങൾ ഈ പറഞ്ഞ പോലെ പർദ്ദ വിശുദ്ധമാണെങ്കിൽ ഓക്കെ, അങ്ങനെ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ ആ ഇസ്ലാമിക ചട്ടക്കൂടിനകത്തും ജീവിച്ച ഒരു ഉത്തമയായ ഇസ്ലാമിക സ്ത്രീക്ക് സ്വർഗത്തില് എന്താണ് ലഭിക്കുന്നത്? അതാണ് ഇപ്പൊ ഞാൻ വായിച്ചത്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെ സംഭവം. എവിടെ അല്ല, എവിടെ ഈ വായിച്ചു? മെഹബൂബ് ഞങ്ങളൊന്നും പറഞ്ഞത് കേട്ടില്ലല്ലോ. പുരുഷന്മാരെ കുറിച്ചല്ലേ? അതായത് മെഹബൂബ് പറഞ്ഞത് പുരുഷന്മാരെ കുറിച്ചല്ലേ? ഞാൻ ചോദിച്ചത് ഇവിടെ പുരുഷന്മാരെ ഇവിടെ കുറിച്ചല്ല. പുരുഷൻ എവിടെ പറഞ്ഞത്? ഇവിടെ
ദാസന്മാർ എന്ന് പറഞ്ഞാൽ ദാസന്മാർ എന്ന് പറഞ്ഞാൽ പിന്നെ മെയിൻ ആരാണ് അള്ളാഹുവിന്റെ മെഹബൂബെ? ജെൻഡർ ഏതാ? ദാസന്മാർ പറഞ്ഞാൽ അവന്റെ എല്ലാരും പെട്ട്, എല്ലാ അടിമകൾ എന്ന് പറഞ്ഞാൽ അവിടെ ആണ് പെട്ടെന്നുള്ള വേർതിരിവില്ല. ദാസന്മാർ പറഞ്ഞാൽ എല്ലാരും പെട്ടതിൽ അടിമകളും നല്ലല്ലോ അള്ളാഹുവിന്റെ ദാസന്മാർ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ. അടിമകളും ദാസന്മാരും തമ്മിൽ അതേസമയത്ത് വ്യത്യാസമുണ്ട് ന്യൂക്ലിയറിന്റെ ദാസൻ എന്ന് മെഹബൂബെ. പറയുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പറയാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു അല്ലതേ കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ മെഹബൂബെ, നിങ്ങളുടെ സൂറ, ഒരു സെക്കൻഡ് ബോബി ബ്രദറെ, ഈ സൂറ 56:36 അതിന്റെ അകത്ത് കൊടുത്തേക്കുന്ന കന്യകമാരായ സ്ത്രീകൾ എന്നല്ലോ, അന്നേരം സ്ത്രീകൾക്കും സ്ത്രീകളെ തന്നെയാണോ കിട്ടുന്നത്? സൂറ 56 അതിന്റെ 36-ാമത്തെ ആയത്തിൽ എഴുതിയിരിക്കുന്ന കന്യകമാരായ സ്ത്രീകൾ. അവിടെ ഒന്ന് അന്നേരം വായിച്ചേ, സ്ത്രീകളും ഒന്ന് വായിച്ചേ, ഒന്ന് ഉണ്ടെങ്കിൽ സ്ത്രീ, വായിച്ചേ, അല്ല, അവിടെ ഫുള്ള് പുരുഷന്മാർക്ക് വായിച്ചേ. അവിടെ പറഞ്ഞത് പുരുഷന്മാർക്ക് സ്ത്രീ അല്ലാതെ പുരുഷന്മാരെ തന്നെ കൊടുക്കാൻ അന്നേരം പറ്റുന്നത്. സ്ത്രീകൾക്ക് എന്താ കിട്ടും? സ്ത്രീകൾക്കും സ്ത്രീകളെ കിട്ടുമോ? അതാണ് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത്. സ്ത്രീകൾക്ക് ഇവിടെ എന്താ ഞാൻ കിട്ടുന്നതെന്ന് പറ. വളരെ കൃത്യമായിട്ട് ഞാൻ ഇവിടെ വായിച്ചു. അതായത് നബിയെ പറയുക, ആരോടാ പറഞ്ഞത്? മനുഷ്യരമാരാ പറഞ്ഞത്. ഭാര്യമാർ, പുത്രന്മാർ, കൂമ്പാരമായി കുട്ടിയ സ്വർണം, വെള്ളി, മേത്തരം, കുതിരകൾ, നാൽക്കാലിക അതൊക്കെ വർഗങ്ങൾ, ഇവിടെയല്ലേ കൃഷിയിടം. മെഹബൂബെ, അതൊക്കെ ഇവിടെ ഞങ്ങൾ ചോദിക്കുന്ന ഇവിടുത്തെ കാര്യമല്ല. ഇപ്പം അലൻ ഞാൻ ചോദിച്ച ഒരേ ചോദ്യമാണ്. പുരുഷന്മാർക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ഇണകളെയും അതും ഇതും ഒക്കെ കിട്ടും. അപ്പോ ഈ സ്ത്രീകൾക്ക് അങ്ങനെയാണെങ്കിൽ സ്ത്രീകളും അവിടെ ചെല്ലുമല്ലോ, അവർക്ക് ഇണകളെ കിട്ടും. അവർക്ക് പുരുഷന്മാരെയാണോ ഇണകളെ കിട്ടുന്നത്, അതോ സ്ത്രീകളെയാണോ കിട്ടുന്നത്? അല്ല, സ്ത്രീകൾക്ക് പുരുഷന്മാരായിട്ടും പുരുഷന്മാരെ സ്ത്രീകളായിട്ട് വരുമ്പോഴല്ലേ ഇണകളാവുള്ളൂ, അല്ലാതെ അപ്പോ അപ്പോ ഇണകളാവില്ല. ശരിക്കും ഒരു ന്യൂക്ലിയർ ഒരു ഒരു മിനിറ്റ്, ന്യൂക്ലിയർ ഒരു മിനിറ്റ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇസ്ലാമിക സ്ത്രീകൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ പുരുഷന്മാർക്ക് ലഭിക്കുന്നത് പോലെ തന്നെ 72 ഹൂറന്മാരെ അവിടെ കിട്ടും. അങ്ങനെയാണോ? അങ്ങനെ സ്ത്രീകൾക്ക് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ, അത് പ്രകൃതി വിരുദ്ധല്ലേ? അങ്ങനെ സ്ത്രീകൾ ആഗ്രഹിക്കാറില്ല പൊതുവെ. സ്ത്രീകൾക്ക് അതെങ്ങനെ? അത് അന്യായം അങ്ങനെയല്ല, അല്ലേ കുറെ മെഹബൂബെ? പുരുഷന്മാരെ ഖുറാനിൽ ആയത്ത് മെഹബൂബെ എഴുതിയിട്ടുണ്ട് ഒരു അങ്ങനെയാണെന്ന്. സൃഷ്ടിപ്പല്ലേ. അങ്ങനെയാണ് എഴുതിയിട്ടുണ്ട്. മെഹബൂബെ, അത് 56-37 എഴുതിയേക്കുന്ന ഉറുബൻ അത്രാബ. ഉറുബൻ എന്ന് വെച്ചാൽ വേശ്യ. മെഹബൂബെ, ഞാൻ ഈ പിൻ ചെയ്തേക്കണ ഹദീസ് കണ്ടോ? ഈ ഹദീസിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, സ്വർഗത്തിൽ ഏറ്റവും ചെറിയ സ്ഥാനമുള്ളവന് 80,000 ദാസന്മാരും 72 ഭാര്യമാരും ഉള്ളവനാണെന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ സ്ത്രീകളുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതിലും, ഈ അല്ല ഹദീസിലും പറയുന്നില്ല. ആ ശരിയാണ്. അത് പുരുഷന്മാരെ അത് പറ്റി അത് പറഞ്ഞു, പിന്നെ അത് നമുക്ക്. പുരുഷന്മാരെ പറ്റിയല്ലേ പറയാ. പുരുഷന്മാർക്ക് സ്ത്രീകളെ പറ്റുള്ളൂ. അപ്പൊ പുരുഷന്മാർക്ക് എങ്ങനെ? തിരിച്ചെങ്ങനെയാന്നാ ചോദിച്ചേ മെഹബൂബെ? തിരിച്ചുള്ള അങ്ങനെ തെളിവ് പുരുഷന്മാർക്ക് തരാനാ സ്ത്രീകളെ ചോദിക്കുന്ന പറ്റൂ, മെഹബൂബിന്റെ അടുത്ത്. സമ്മതിച്ചു. മെഹബൂബ് പറഞ്ഞ് ഞങ്ങൾ സമ്മതിച്ചു. തിരിച്ചെങ്ങനെയാണ് എന്നാ ചോദിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ 80,000 ദാസന്മാരെയും 72 ഹൂറന്മാരെയും കിട്ടുമോ? അങ്ങനെ ഒരു പ്രകൃതി വിരുദ്ധല്ലേ സുഹൃത്തെ? അതവിടെ എങ്ങനെ പ്രകൃതി? അതെങ്ങനെ നിങ്ങൾ പ്രകൃതി സാധാരണ വിരുദ്ധമാകുന്നത്? സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് സ്ത്രീകളെ കൊടുക്കാം. സ്ത്രീകൾക്ക് പുരുഷന്മാരെ കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ പ്രകൃതി വിരുദ്ധമാകുന്നത്? എന്താണ് അതായത് ഇപ്പൊ സ്ത്രീകൾ പ്രസവം സ്ത്രീകൾ അതായത് മാത്രമേ ഇപ്പൊ പുരുഷന്മാരും വ്യക്തമാക്കി പറയാം, അത് പ്രസവിക്കില്ല. വ്യക്തമാക്കാം. പുരുഷന്മാര് മെഹബൂബ് പ്രസവിക്കുമെന്ന് സ്വർഗത്തിലുണ്ടോ? സ്വർഗത്തിൽ പുരുഷന്മാര് അല്ല പ്രസവിക്കും. ആ ഇതാണ് ഓക്കെ, ഒറ്റ സെക്കൻഡ് മെഹബൂബ്, ഒരു സെക്കൻഡ്. അത് മെഹബൂബ് പ്രകൃതി ഇപ്പൊ സ്വർഗത്തിൽ നിയമമാണ്. ചെല്ലുമ്പോ, അങ്ങനെ അത് അല്ല പ്രകൃതി മെഹബൂബ് നിയമമാണ്. അല്ല പക്ഷെ അത് നിക്കേ, ഒരു സെക്കൻഡ്. ജന്ന എത്ര ഭാര്യമാരെ വേണമെങ്കിൽ പ്രകൃതിയിലല്ലല്ലോ. സ്വീകരിക്കാം. പക്ഷെ ജന്ന സ്ത്രീകൾക്ക് ഒരു ഭാര്യ സ്വർഗത്തിലല്ലേ. മതി. അവിടെ പ്രകൃതിയൊക്കെ വിട്ടു. സൃഷ്ടിപ്പ് പ്രകൃതിയൊക്കെ അങ്ങനെയാണ്. ഈ ഭൂമിയിലാണ്. ആ മെഹബൂബെ, പ്രകൃതിയൊക്കെ ഭൂമിയിലാണ്. ഇവിടെ ഭൂമിയുടെ കാര്യമല്ല, നിങ്ങളുടെ ജന്നയിൽ ചെല്ലുമ്പോ നടക്കുന്ന പരിപാടികളുടെ കാര്യമാണ് പറയുന്നത്. അന്നേരം ആ ഭൂമിയിലെ പ്രകൃതിയുടെ കാര്യം പറയുന്നത്. ബോബി സ്ത്രീകൾക്ക് ബ്രദറെ, അങ്ങനെ ഒരു ആഗ്രഹം വരില്ല സുഹൃത്തെ. നിങ്ങൾ അല്ല ഈ ലോകത്തല്ലേ മെഹബൂബെ, ജീവിക്കുന്നത്? സ്ത്രീകൾക്ക് അങ്ങനെ മെഹബൂബെ, ഒരു നമ്മള് ആഗ്രഹം നമ്മള് ഉണ്ടാവില്ല. വെറുതെ ഇങ്ങനെ സംസാരിച്ചു പോയിട്ട് കാര്യമില്ല അപ്പൊ മെഹബൂബെ. അങ്ങനെ ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആ പുരുഷന്മാരിൽ അവർക്ക് സംതൃപ്തി ലഭിക്കാതെ വരുമ്പോൾ മാത്രമേ അങ്ങനെ അല്ല പരപുരുഷ ന്യൂക്ലിയർ ബന്ധത്തിലേക്ക് ഒരു സ്ത്രീകൾ ഒറ്റ സെക്കൻഡ്, പോകുള്ളൂ. ഒരു സെക്കൻഡ്. നിങ്ങൾ ഈ പെണ്ണിട്ടാതെ നടന്ന അങ്ങനെ മെഹബൂബ് തന്നെ, അതൊന്നും അറിയില്ല നിങ്ങൾക്ക്. അല്ല മെഹബൂബ്, ഒരു ഒറ്റ കാര്യം. മെഹബൂബ് സ്വർഗത്തിൽ ചെല്ലുമ്പോ മെഹബൂബിന് എന്തൊക്കെയാ ലഭിക്കുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെഹബൂബിന് ലഭിക്കുവോ? ഞാൻ പോയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഈ പറഞ്ഞൊക്കെ അല്ല, കിട്ടുന്നതാണ് ഖുറാൻ കുറച്ച് ഇങ്ങനെ പ്രകാരം. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി പിന്നെ എന്തിനാ കറക്റ്റ് ഞാൻ മെഹബൂബ് ഇങ്ങനെ പോയി വന്നിട്ട് ഞാൻ കഷ്ടപ്പെടുന്നേ? പറഞ്ഞുതരണ്ടേ? വേണ്ട, അല്ല നിങ്ങളുടെ പുസ്തകം വെച്ച് പറഞ്ഞാൽ മതി. അത് ഞാൻ നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞില്ലേ പുസ്തകത്തിനകത്ത് സുഹൃത്തെ? പുസ്തകം പോയിട്ട് വെച്ചിട്ട് എങ്ങനെ പറയും ഓക്കെ, മെഹബൂബെ? ഈ പറഞ്ഞതിനകത്ത് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ട്, അപ്പൊ എല്ലാം മുസ്ലിം ആവുള്ളൂ. ഉണ്ടല്ലോ. നിങ്ങൾ എന്ത് വർത്താനം ഈ ആ പറയണത്? ഓക്കെ, മെഹബൂബ് അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു. എന്റെ ചോദ്യം ഇനിയാണ് ഞങ്ങളുടെ ചോദ്യം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഉത്തമയായ സ്ത്രീ, മെഹബൂബിനെ പോലെ തന്നെ ഉത്തമയായ ഒരു സ്ത്രീ അവിടെ എത്തിച്ചേരുമ്പോ അവർക്ക് ഇതൊക്കെ ലഭിക്കണമല്ലോ. അപ്പോ അലൻ ചോദിച്ച പോലെ, അല്ലെങ്കിൽ ന്യൂക്ലിയർ ചോദിച്ച പോലെ, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചതുപോലെ, അവർക്ക് ഒരു ഉത്തമയായ ഒരു സ്ത്രീക്ക് അവിടെ ലഭിക്കുന്നത് ഓപ്പോസിറ്റ് ജെൻഡർ ലഭിച്ചാലേ അത് നീതിയാകത്തുള്ളൂ.
ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ സെയിം ജെൻഡറെ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് പ്രകൃതി വിരുദ്ധമാകും. പോട്ടെ, പ്രകൃതി അവിടെ ഇല്ല, അത് വേറെ കാര്യം. അപ്പോ ഇവർക്ക് ലഭിക്കുന്നത് ഈ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ദാസന്മാരെയും പിന്നെ ഈ 72 ഹൂറന്മാരെയും ആയിരിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. 80,000 ബാലന്മാർ അവിടെ അപ്പുറത്ത് സൂക്ഷ്മതയോടുകൂടി മാറി നോക്കി ജീവിച്ചാൽ നിൽക്കുന്നുണ്ട്, അതും കൂടെ എടുക്കണേ. സൂക്ഷ്മതയോടുകൂടി ജീവിച്ചാൽ അവർ ആഗ്രഹിക്കുന്ന എന്തും കിട്ടും. അതിന്റെ റെഫറൻസ് ഇങ്ങോട്ട് പോരട്ടെ. എന്തും കിട്ടും. ഓക്കെ, ഉത്തരവുണ്ട്. എക്കി ബ്രദറെ, ഇനി ഇവിടുന്ന് എടുത്തു. അതായത് മെഹബൂബ് പറഞ്ഞു വെച്ചത് എന്നാന്ന് ചോദിച്ചാൽ, സൂക്ഷ്മതയിൽ ജീവിച്ചാൽ അവരെ ആഗ്രഹിക്കുന്നത് എന്തും കിട്ടും. അപ്പോ ഇവരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇസ്ലാമികമായ ഉത്തമയായ സ്ത്രീകൾക്ക് ഈ പറഞ്ഞതുപോലെ ഹൂറന്മാരെയും കിട്ടും. പക്ഷെ അതിന്റെ റെഫറൻസ് തന്നിട്ടില്ല കേട്ടോ. ഒരു മിനിറ്റ് ബോബി ബ്രദറെ. അല്ല ബോബി ബ്രദറെ, ഇതിപ്പോ മെഹബൂബിന്റെ തഫ്സീറാണ് മെഹബൂബ് പറഞ്ഞേക്കണേ. വാല്യൂ ആയിട്ട് ചർച്ചയ്ക്ക് വരേണ്ടതാണ്. ഇതൊന്നും അവിടെ പോയിട്ടുള്ള കാര്യമില്ലേ. അല്ല, പോയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ അള്ളാഹു വ്യക്തമായിട്ട് അല്ല മെഹബൂബെ, ഞങ്ങൾക്കറിയാം ഞങ്ങളെ കൂടെ പോണെന്നുള്ളത്. മെഹബൂബ്, ഒരു മിനിറ്റ് മെഹബൂബെ, നിങ്ങളുടെ റസൂല് കഴുതപ്പുറത്ത് പോയിട്ട് വന്ന് കണ്ട കാര്യങ്ങളൊക്കെ സൈദിന്റെ ഹൂരിമാരെ വരെയും കണ്ട കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും പറയണ്ട. അപ്പൊ മെഹബൂബെ, അതാണ് ഇപ്പൊ ഈ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യം. അതാണ് നിങ്ങൾ ഹൂറിമാരെ, ഞങ്ങൾക്ക് ഈ ലോകത്ത് ഹൂറിമാരെ ആവശ്യമില്ലെന്നേ. വഴിയിലേക്ക് പോകാൻ ശ്രമിക്കും നിങ്ങൾ. മെഹബൂബെ, നമ്മള് ചോദ്യത്തിൽ നിന്ന് പോണു. 11 ഹൂറിമാരെ കിട്ടിയതാരാ മെഹബൂബെ? 11 ഹൂറിമാരെ കിട്ടിയതാരാ മെഹബൂബെ? 11 ഹൂറിമാർ ആർക്കായിരുന്നു ഉണ്ടായിരുന്നത് മെഹബൂബെ? 11 ഹൂറിമാർ മനസ്സിലാക്കാദ്യം. ഒന്ന് മ്യൂട്ട് ചെയ്തേ മെഹബൂബ്, ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഒരൊറ്റ കാര്യം ഒരു സെക്കൻഡ് ഒരു അറിയിപ്പ്. അതായത് ഒരാൾ സംസാരിക്കുമ്പോ അടുത്ത ആൾ കയറരുത്. നമ്മുടെ മെഹബൂബ് സംസാരിക്കുമ്പോ കഴിഞ്ഞിട്ട് അടുത്ത ആൾ കയറി സംസാരിക്കാം. നിങ്ങൾ ആരാണ് രണ്ടുപേര് വരുന്നത്? ഒരൊറ്റ ചോദ്യം ചോദിച്ചേട്ടാ. ഒറ്റ ചോദ്യം ചോദിച്ചേട്ടാ. അല്ല മെഹബൂബ് ഇവിടെ വ്യക്തമായിട്ട് അള്ളാഹു ഈ ഇസ്ലാമിക പുരുഷന്മാർ സ്വർഗത്തിൽ പോയാൽ എന്ത് കിട്ടുമെന്ന് വ്യക്തമായിട്ട് ഖുറാനായത്തുമുണ്ട്, ഹദീസുണ്ട്. ഇവിടുത്തെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ഇസ്ലാമിക സ്ത്രീകൾ സ്വർഗത്തിൽ പോയാൽ അവർക്ക് എന്ത് കിട്ടുമെന്നുള്ളതിൻ്റെ തെളിവ് മെഹബൂബ് വെച്ചിട്ടൊന്ന് സംസാരിക്കാമോ? ഈ മെഹബൂബിൻ്റെ ഒരു വ്യാഖ്യാനം ഞങ്ങൾക്ക് ആവശ്യമില്ല. മെഹബൂബിൻ്റെ നിങ്ങൾ സ്വർഗത്തിൽ പോയി എന്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ മെഹബൂബ് വ്യക്തമായിട്ടൊരു ഖുറാനായത്ത് എടുത്ത് വായിച്ചു. മനസ്സിലായില്ല? അതുപോലെ ഇസ്ലാമിക സ്ത്രീകൾക്ക് എന്ത് കിട്ടുമെന്നുള്ളത് ഒരു ഖുറാനായത്തോ അല്ലെങ്കിൽ സഹീഹായ ഹദീസോ എടുത്തിട്ട് ഒന്ന് വായിക്കാമോ? ഞാനിപ്പോൾ ഈ മുകളിൽ പിൻ ചെയ്തേക്കുന്ന ഹദീസ് എക്സാമ്പിളാണ്. മനസ്സിലായോ? മെഹബൂബ് സംസാരിച്ചോ? മെഹബൂബേ, കേട്ടോ മെഹബൂബേ? ഒരു നിമിഷം ക്ലബായി, ഞാൻ അവിടെ ജോലിക്കാർക്ക് ഒരു കണക്ഷൻ കൊടുത്തട്ടെ, കറണ്ട് കണക്ഷൻ. ബ്രദറെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നടക്കട്ടെ. പോകരുത് കേട്ടോ, ഒരു 5 മിനിറ്റ്. അല്ലല്ല, കുഴപ്പമില്ല. ഞാൻ കേൾക്കുന്നുണ്ട്. നടക്കട്ടെ. ഞാൻ രാവിലെ പണിക്ക് കയറാൻ നിൽക്കുക. പിന്നെ അതുപോലെ എൻ്റെ ഒരു സംശയമാണ് ബ്രദറെ. ഞാൻ മെഹബൂബിൻ്റെ അടുത്തല്ലോട്ടോ എനിക്ക് പറയുന്നത്. ഞാനത് ഇവരുടെ സ്വർഗത്തിൽ ശരിക്കും പറഞ്ഞ ഒരു ഹ്യൂമൻ ബോഡിയിൽ ചെന്നിട്ടല്ലേ കാര്യമുള്ളൂ. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ ഡൈജസ്റ്റ് ചെയ്യണം, പിന്നെ എന്താ പറയണേ, അത് ദഹിപ്പിക്കാനായിട്ട് ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ഹ്യൂമൻ ബോഡി ഇല്ലാതെ അതെ. ഇപ്പൊ ഈവൻ നമ്മുടെ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കിക്ക് കിട്ടണമെങ്കിൽ ആ ബ്രെയിൻ വേണം. അപ്പൊ അങ്ങനെ കുറെ ഇപ്പൊ ഈ അവയവങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന പോലെ തന്നെ സ്വർഗത്തിലും പ്രവർത്തിക്കണം. സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച ചന്തയുണ്ട് അവിടെ. അതെ, അതിലോട്ടൊന്നും പോയിട്ടില്ല മെഹബൂബ്. ഇതിൽ നിന്നൊന്ന് കയറിയാലാണ് ചന്തയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവിടെയുള്ള സകല സാധനം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇസ്ലാമിന്റെ സ്വർഗം വർക്കൗട്ട് ആകത്തുള്ളൂ. ഞാൻ ആ ലിസ്റ്റ് ഒന്ന് വായിക്കാം. ഇത് സൂറ 56 56ന്റെ 12 മുതൽ അങ്ങോട്ട് താഴോട്ട് വായിക്കാം. സൂറ 56ന്റെ 12 സുഖാനുഭൂതികളുടെ സ്വർഗത്തോപ്പ്, അതായത് ഒരു പൂന്തോട്ടമുണ്ട്. 15 സ്വർണ്ണക്കട്ടിൽ.
56-20 ഇഷ്ടപ്പെട്ട പഴവർഗ്ഗങ്ങൾ. 56-21 കൊതിക്കുന്ന പക്ഷിമാംസം. ഇതാണ് പുള്ളി ഇന്നാള് ഒരു ഉസ്താദ് പറഞ്ഞ എന്തോ അൽഫാം ആണോ വിചാരിക്കുന്ന, അന്നേരം താഴോട്ട് ഇങ്ങനെ അൽഫാം ഇറങ്ങി വരുമെന്ന്. 56-22 വെളുത്ത തരുണികൾ. വെളുത്ത തരുണി അതിന്റെ യഥാർത്ഥ അറബിയിലെ റിയൽ ആയിട്ടുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം ഇങ്ങനെ വലിയ ഉണ്ടക്കണ്ണുള്ള സ്ത്രീകൾ എന്നാണ് അതിൻ്റെ അകത്ത് എഴുതുന്നത്. ഉണ്ടക്കണ്ണ്. ഇതില് ഒരു ചില അസുഖങ്ങളൊക്കെ വരുമ്പം ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുമല്ലോ. ഈ ചില തൈറോയിഡിന്റെ അസുഖമൊക്കെ വരുന്നവർക്ക് അങ്ങനെ ഉണ്ട്. അതുപോലെ അതായിരിക്കും ഉദ്ദേശിച്ചത്. 56-28 മുള്ളില്ലാത്ത ഇലന്തമരം. 56-29 അടുക്കടുക്കായി കുലകളുള്ള വാഴ. വാഴയൊക്കെ ഉണ്ട് കേട്ടോ. 56-30 വിശാലമായ തണൽ. 31 സദാ ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെള്ളം. വറ്റത്തൊന്നുമില്ല അവിടെ, ഈ വരൾച്ചയൊന്നുമില്ല. 56-32 ധാരാളം പഴവർഗ്ഗങ്ങൾ. 56-34 നിലച്ചു പോകാത്ത മെത്ത. അതെന്താ അത് ഉദ്ദേശിച്ചെന്നറിയത്തില്ല. നിലച്ചു പോകാത്ത മെത്ത. 56-36 കന്യകമാരായ സ്ത്രീകൾ. ഇലക്ട്രിക് ബെഡ് ആണോ 56 പിന്നെ? അല്ല ബ്രദറെ, ഇങ്ങനെ ഈ മറ്റേ ഇപ്പോഴത്തെ കുറെ ബെഡൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ആ മസാജ് ബെഡ് ഇങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക് എത്ര കംപ്രസ് ആയാലും അങ്ങ് അത് ഇതായി തേഞ്ഞു പോകാത്ത ബെഡ്. ഈ ബെഡ് ആ എന്ന് പറയുന്നത് ചില സമയത്ത് അത് തന്നെ സ്പ്രിങ് ഒക്കെ ചിലപ്പോൾ ഒരു സൈഡിലോട്ട് വേണ്ടി എന്താ പറയുക ചരിഞ്ഞു പോകുമല്ലോ. അപ്പൊ അതൊക്കെ ഇല്ലാത്ത ഇപ്പോഴത്തെ ഒരു സാധനമുണ്ട്, അതിങ്ങനെ ഈ ഇലക്ട്രിക്, അതിങ്ങനെ ഇങ്ങനെ എന്താ പറയുന്നത്, ഈ കിടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്തോണ്ടിരിക്കും, ഇങ്ങനെ നിലയ്ക്കാത്തൊരു ഇങ്ങനെ, അതായിരിക്കും. പോരട്ടെ ബാക്കി പോരട്ടെ അലം ബ്രദറെ. 56-37 അത് നിൽക്കുന്ന സമപ്രായക്കാർ എന്നാണ് അതിന്റെ അറബിയിൽ എഴുതിയിരിക്കുന്നത്. ഉർബൻ അത്രാബ എന്നാണ്. ഉർബൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം വേശ്യ എന്നാണ് അറബിയിൽ. കുറെ എഴുതിയിട്ടുണ്ട് താഴോട്ട്. ഇപ്പൊ കുറെ എണ്ണം വായിച്ചു, ഒരു 10-15 എണ്ണം. കുറച്ചുകൂടെ വായിക്കേ. പിന്നെ അച്ചകുഞ്ഞായ കേൾക്കണ്ടോ? അച്ചകുഞ്ഞായ ഞാൻ കേട്ടോണ്ടിരിക്കുക. ചർച്ച നടക്കട്ടെ. അന്ന് കറണ്ട് കൊടുക്കാൻ പോയതല്ലേ, കറണ്ട് കൊടുത്തിട്ട് വരട്ടെ. ഓക്കെ. പിന്നെ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റെഫറൻസ് എനിക്ക് അറിയത്തില്ല. മദ്യത്തിന്റെ പുഴയുണ്ട്, പൊരിച്ച മീനിന്റെ കരളുണ്ട്, പിന്നെ ചന്തയൊക്കെ ഉണ്ട്. അത് റെഫറൻസ് എനിക്ക് അറിയത്തില്ല. അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ ഒരു ചന്ത വിശ്വാസിക്ക് ഉണ്ടാകണ കറൻസി വേണ്ടേ? ചന്ത ഉണ്ടാകണ കറൻസി വേണ്ടേ ന്യൂക്ലിയർ? അല്ലെങ്കിൽ പിന്നെ ചന്ത അവിടെ വെക്കേണ്ട കാര്യമില്ലല്ലോ ബ്രദറെ. അപ്പൊ അത് ഏത് കാരണം കറൻസി ആയിരിക്കും? അതിനെ കുറിച്ച് പുള്ളി പറഞ്ഞിട്ടില്ല. കാരണം ഇവര് കറൻസി ആയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പൊ എന്താ പറയാ, അടിമ സ്ത്രീകളെയൊക്കെ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാറുണ്ടല്ലോ, അങ്ങനെ വല്ലതാണോ എന്ന് എനിക്കറിയില്ല. ഇനി മാസ്റ്റർ പീസ്, സ്വർഗത്തിലെ മാസ്റ്റർ പീസ്, ഇപ്പം മെഹബൂബിനൊക്കെ ഉള്ള മാസ്റ്റർ പീസ് ഞാൻ പറയാം. സുനാൻ ഇബ്നു മാജ 4338 വിശ്വാസിക്ക് സ്വർഗത്തിൽ ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവൻ ഗർഭം ധരിച്ച് കുട്ടി ജനിക്കുകയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരുകയും ചെയ്യും. എന്തു വേണം? ചുരുക്കി പറഞ്ഞ ഒരു കുട്ടിയെ ആ പറ്റി ആലോചിച്ചു കഴിഞ്ഞാൽ വന്നോ മെഹബൂബേ? വീട്ടില് മറ്റേ ഈ പെയിന്റിങ് ജോലി നടക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഒരു മെഷീൻ കൂടി കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അതിലങ്ങനെ പോയത്. ആയിക്കോട്ടെ പറഞ്ഞോട്ടെ. പറയൂ, ഇനി എന്താണ്? അല്ല, നമ്മളെ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയില്ല. ഒന്നുകൂടി പറയാം. എന്റെ അല്ല, മനസ്സിൽ ഞാൻ ഒന്നുകൂടി പറയാം. നമ്മുടെ ഒരു മുസ്ലിം പുരുഷന്മാർ സ്വർഗത്തിൽ പോയാൽ അവർക്ക് അവിടെ എന്തൊക്കെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ വ്യക്തമായി ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹദീസുകളുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വിശ്വാസിയായ ഇസ്ലാമിക സ്ത്രീ സ്വർഗത്തിൽ പോയാൽ അവർക്ക് എന്ത് കിട്ടുമെന്നുള്ളതിൻ്റെ വ്യക്തമായ റെഫറൻസ് മെഹബൂബ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ? ഞാൻ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. മെഹബൂബെ, റളിയല്ലാഹു അൻഹമാർക്കും ഉമ്മുൽ മുഅ്മിനീന്മാർക്കും ഒക്കെ എന്ത് കിട്ടുമെന്നാ ചോദിച്ചു. ഇപ്പൊ മനസ്സിലായോ? ആയിക്കോട്ടെ, ഞാൻ അങ്ങനത്തെ വചനങ്ങൾ ഒന്ന് തെരഞ്ഞു പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞുതരാം.
ഇവിടെ ഞാൻ നോക്കി, ഞാൻ നേരത്തെ വായിച്ച 3:15 ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത അവർക്കുള്ള വാഗ്ദാനങ്ങളെ പറ്റിയാണ് എന്റെ പറഞ്ഞത്. മെഹബൂബെ, അതിനകത്ത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് ജയിച്ചവർക്ക് എന്ത് കിട്ടുമെന്നല്ല ചോദിച്ചത്. ഇവിടെ ജന്നയിൽ ചെല്ലുമ്പോ മെഹബൂബിന് എന്തോ കിട്ടുമെന്നാ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് കേക്ക് സുഹൃത്തുക്കളെ. അതായത് അവിടെ തന്നെ വളരെ വ്യക്തമായിട്ട് പറയും, സൂക്ഷ്മത പാലിച്ചവർക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇനി മെഹബൂബ് ബദർ താങ്കൾ യുദ്ധത്തിൽ ഈ പങ്കെടുത്തതാണോ? നിങ്ങൾ മെഹബൂബ് ഈ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതാണോ? ബദർ യുദ്ധം എന്നാ നീതിക്കെതിരെ പോരാട്ടാണ്. അത് ഇനിയും ഞാൻ പങ്കെടുക്കേണ്ടി വരും. ബദർ ഒരു വിശ്വാസിക്ക് യുദ്ധത്തില് നിർബന്ധമല്ലേ? മുഹമ്മദിന്റെ കാലത്ത് മെഹബൂബ് പങ്കെടുത്തായിരുന്നോ? ഇല്ലല്ലോ. പിന്നെന്തിനാ ഈ ബദർ യുദ്ധത്തിന്റെ കാര്യം പറയുന്നത്? ഈ ജന്നയിൽ ചെന്നുള്ള കാര്യം പറഞ്ഞാൽ പോരായോ? ഈ ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് അലമ്പായി? അക്രമത്തിനും സത്യവിശ്വാസം സ്വീകരിച്ചതിന്റെ പേരില് പീഡിക്കപ്പെട്ടപ്പോ അതിനെതിരെ പ്രതികരിച്ച യുദ്ധമാണ് ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ. അതിൽ വെറുതെ ബദർ പോയി യുദ്ധം ചെയ്തതല്ല. ഈ സിറിയയില് ഈ വ്യാപാരത്തിനൊക്കെ പോയിട്ട് തിരിച്ചു വന്ന മുശ്രിക്കുകളെ മുഹമ്മദ് കൊള്ളയടിച്ച കഥയാ. അത് ഞങ്ങളടുത്ത് പറഞ്ഞു തരണ്ട, അതെല്ലാം അറിയാം ഞങ്ങൾക്ക്. അതാണ് ബദർ യുദ്ധം. അതെങ്ങനെ ബദർ സത്യത്തിൽ യുദ്ധമല്ല, അതൊരു സ്വന്തം കൊള്ളയടി, 1 നമ്പർ കൊള്ളയടിയാണ്. സമ്പത്ത് തിരിച്ചു പിടിക്കുന്നത്, അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയിപ്പിക്കരുത്. സ്വന്തം ഞങ്ങൾ സമ്പത്ത് അങ്ങോട്ടൊന്നും തിരിച്ചു പോകാൻ പിടിക്കുന്നതിനെ അതിനെക്കുറിച്ച് കൊള്ളാവല്. സംസാരിക്കാനേ ഇപ്പൊ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ സംസാരിക്കില്ല, നിങ്ങൾക്ക് കഴിയില്ല. ജന്നയിൽ ചെന്ന് എന്തൊക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്, ജന്നയിൽ എന്തൊക്കെയാണ് ലഭ്യമായിട്ടുള്ളത്, അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അത് പറ. ഇസ്ലാമിന്റെ മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ. അത് വെറുതെ മനസ്സിലായി. അങ്ങനെ അത് അത് മേടിക്കാന്നല്ലാതെ അത് ശരിയാണ് മെഹബൂബ്, പറഞ്ഞ മനസ്സിലായി. ബാക്കി പറ. മഹബൂബ് കൂട്ടുകാരെ എല്ലാരും ഒരിക്കലും പിടിച്ചിക്കാൻ കഴിയില്ല. കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ താരടിച്ച് പറയാൻ പറ്റുന്നല്ലാതെ വേറെ താറടിച്ചാണോ? എല്ലാരും അല്ല. കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ പറഞ്ഞത്, നിങ്ങൾ ഈ ബദറി കൊള്ള എന്ന് പറഞ്ഞ സ്വന്തം മെ- മെ- സമ്പത്ത് തിരിച്ചു പിടിക്കാൻ കൊള്ളാവല്. മെഹബൂബെ, ഒരിക്കലും കൊള്ളാവൂല. ഒരു കാര്യം ഒന്ന് മ്യൂട്ട് ചെയ്യും, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. വിഷയം മെഹബൂബെ, മാറ്റല്ലേ നിങ്ങളുടെ ബ്രദർ? അല്ല അല്ല വിഷയം അല്ല മാറ്റണ്ട. ഓക്കെ മെഹബൂബെ, നമുക്ക് അതൊക്കെ പിന്നീട് പോവാം. നമുക്ക് നമ്മുടെ അല്ല, ഇസ്ലാമിക സ്വർഗത്തിൽ തന്നെ ഞാനിവിടെ പോവാം. ബദർ ഇതൊന്നും ഞാൻ ഓതിയ ആയത്തിനെ പറ്റിയാണ് ഞാൻ ബദർ ഇവിടെ പറഞ്ഞത്. വിട്ടേക്കുന്നേ, ബദർ വേറെ വിട്ടേക്ക്, എന്തിനാ നമുക്ക് നിങ്ങൾ ഇസ്ലാമിക സ്വർഗത്തിലേക്ക് പോവാം. ഇപ്പൊ മെഹബൂബിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടല്ലേ ബദറിലോട്ട് പോകുന്നത്. അല്ല, ഞാൻ ഈ ഇപ്പം ഇനി ഞാൻ പറഞ്ഞില്ലേ, ഞാനും നിങ്ങളെ റൂമിൽ വരുന്നത് ഖുറാൻ പഠിക്കാനും ബൈബിൾ പഠിക്കാനും വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾ പറഞ്ഞ ഞാൻ ആ ആയത്ത് നോക്കിയപ്പോൾ, അതിന്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ 15-ാമത്തെ അധ്യായം ആ ആയത്ത് പറയണത് ബദർ യുദ്ധത്തില് പങ്കെടുത്ത ബദർ യുദ്ധത്തിലെ പരാമർശങ്ങളാണ് ഇതിന്റെ മുന്നത്തെ ആയത്തുകളിൽ വരുന്നത്. ഇനി നിങ്ങൾ പറയുന്നത് ഞാൻ ഒന്ന് നോക്കട്ടെ, എന്റെ അതിലൂടെ എനിക്കും മെഹബൂബെ, പഠിക്കാലോ. ഇവിടുത്തെ വിഷയം ബദർ യുദ്ധമല്ല, ഇവിടുത്തെ വിഷയം ജന്നയാണ്. ഞാൻ ജന്ന. വിഷയം അതല്ല പറഞ്ഞത് സുഹൃത്തെ. ഞാനത് ആ ചെന്നൈയിൽ ആയത്ത് ചെല്ലുമ്പം ഞാൻ വായിച്ച് നോക്കിയപ്പോ ചെന്നൈയിൽ അതിന്റെ ചെല്ലുമ്പം മുകളിൽ നോക്കിയപ്പോ കണ്ട സംഭവങ്ങളെ പറ്റിയാണ് പറയണത്. മെഹബൂബിന് 72 ഹൂറിനിസമാരെ കിട്ടും. അതറിയാമോ? ഹൂറിനിസ. എനിക്ക് 72 വേണമെങ്കിൽ കിട്ടിക്കോളും. ആഗ്രഹിച്ചത് എന്നും സ്വർഗലോകത്ത് ലഭിക്കും. അതിന് ഇവിടെ എന്താക്കണം? ഇവിടെ വ്യഭിചരിക്കാതെ, മദ്യം കഴിക്കാതെ, അന്യന്റെ മുതൽ കക്കാതെ, പലിശ വാങ്ങാതെ ജീവിച്ച് സൂക്ഷ്മതയോട് ജീവിച്ചു പോയാൽ അതിലെ സ്വർഗം എന്ന അല്ല, വാഗ്ദാനം മോശമായിട്ടുള്ള അങ്ങനെയാണെങ്കിൽ ഈ കാര്യം എവിടെ പോയാലും അത് തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ മെഹബൂബെ. ഈ പരിപാടികളെല്ലാം വാഗ്ദാനമാണ് മുഹമ്മദ് ചെയ്തിട്ടുണ്ടല്ലോ. മുഹമ്മദ് ആ ജന്നയിൽ പോകത്തില്ലല്ലോ വാഗ്ദാനം അങ്ങനെയാണെങ്കിൽ. ആ വാഗ്ദാനമാണ് യേശു നമുക്ക് തരുന്നത്. അല്ലല്ലല്ല, സ്വർഗരാജ്യം അങ്ങനെയാണെങ്കിൽ യേശു മുഹമ്മദ് നമുക്ക് തരുന്നത്. ഇപ്പൊ മെഹബൂബ് പറഞ്ഞ പക്ഷെ അതിന് പരിപാടികളെല്ലാം എന്ത് വേണം? ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾ ആദ്യം മുഹമ്മദ് ഒരിക്കലും ജന്നയിൽ പോകത്തില്ലല്ലോ. ഷിർക്കിൽ നിന്ന് പിന്മാറണം. യേശു ദൈവമാണ് എന്നുള്ള ആ മുഹമ്മദ് ആ പറഞ്ഞ ഒരു പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ട്. വിശ്വാസത്തിൽ പിന്മാറി വ്യഭിചരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വർഗരാജ്യം കൊള്ളയടിച്ചിട്ടുണ്ട്, ലഭിക്കുള്ളൂ. കള്ളം പറഞ്ഞിട്ടുണ്ട്, സകലവിധ തരികിടകളെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മെഹബൂബ് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ ആ ആശയപ്രകാരം മുഹമ്മദ് ഒരിക്കലും ജന്നയിൽ ചെല്ലത്തില്ല. അത് നിങ്ങൾ പറയല്ലേ, യഹൂദികളെ പോലെ. ഞങ്ങളല്ല യഹൂദികൾ പറഞ്ഞത്, നിങ്ങളുടെ യേശുവിനെ ഖുറാനിലും പിശാച് എന്ന് മറ്റു വിളിച്ച് കുറെ ഇസ്ലാമിക നിങ്ങൾ ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചേക്കുന്ന കാര്യമല്ലേ. നിങ്ങൾ കാര്യസ്ഥനെ അവഹേളിക്കുന്നു. അതിലിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ അവഹേളിക്കുന്ന? നിങ്ങൾ ഉള്ള ചെയ്യുന്ന കാര്യമല്ലേ പറഞ്ഞേ. പ്രവർത്തിക്ക് അന്നേരം നിങ്ങളാണ് തെറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രവാചകൻ അന്നേരം 11 ഭാര്യമാരില്ലായിരുന്നോ? മെഹബൂബിന്റെ ഒരു ഫ്രണ്ട് മിനിറ്റ് വന്നിട്ടുണ്ട്. വെപ്പാട്ടിമാരും വെള്ളാട്ടിമാരും ശരീരദാനം തരാൻ വരുന്ന സ്ത്രീകളൊന്നും ഇല്ലായിരുന്നോ? ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മെഹബൂബേ മെഹബൂബേ ജെന്റിൽ ഭായി നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമസ്കാരമുണ്ട് നമസ്കാരമുണ്ട്. എന്തൊക്കെ പിന്നെ വിശേഷം? മെഹബൂബേ, യേശു ദൈവം അല്ലാന്ന് മെഹബൂബിനോട് ആരാ പറഞ്ഞെന്ന്? എങ്ങനെ? യേശു ദൈവം അല്ലാന്ന് മെഹബൂബിനോട് ആരാ പറഞ്ഞേ? അവസാനത്തെ വേദഗ്രന്ഥം അതേതാ? അതാണ് ഖുർആൻ, പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഖുറാൻ വേദഗ്രന്ഥാന്ന് തെളിയിക്കാൻ ഒരു തെളിവ്, ഒറ്റ തെളിവ്. അതാണ് ഖുറാൻ വേദഗ്രന്ഥമാണെന്ന് യേശു പറഞ്ഞാണ്. അവിടെ നിൽക്ക്. ഖുറാൻ വേദഗ്രന്ഥമാണെന്ന് തെളിയിക്കാൻ ഖുറാന് പുറത്തു നിന്ന് ഒരു ഗ്രന്ഥം പുറത്തേക്ക് പറയും, അല്ലെങ്കിൽ ഒരു തെളിവ് താ. അതാണ് യേശു പറഞ്ഞത്. ന്യായവും
മോനെ ഞാൻ തെളിവാ ഉരുളല്ലേ പറഞ്ഞത് ഉരുളല്ലേ സുഹൃത്തെ. നീ ഉരുളല്ലേ അവിടെ നിൽക്ക് എനിക്ക് തെളിവ് പറയാൻ എന്റെ അനുവദിക്ക്. ചോദ്യം എന്നെ തെളിവ് ചോദ്യം ഖുറാൻ വേദഗ്രന്ഥമാണെന്നുള്ളതിന് തെളിവ് തരാനാ പറഞ്ഞത്. നീ ഇനി യേശുവിന്റെ അടുത്തേക്കൊന്നും പോണ്ട. പറ. ഞാൻ തെളിവ് പറഞ്ഞു. ഖുറാന്റെ പുറത്തു നിന്നുള്ള തെളിവാ ഞാൻ പറയാൻ പോണത്. നിങ്ങൾ പറയാൻ ആ സമ്മതിക്കാൻ ഞാൻ എന്താ ആ പറയ്. ഞാൻ പറഞ്ഞുതരാം. ആ, എല്ലാരും കേട്ടോണേ. ഖുറാൻ ദേവഗ്രന്ഥമാണെന്ന് പുള്ളി ഖുറാനെ പുറത്തുനിന്ന് തെളിവ് തരാൻ പോവാണ്. തഫ്സീറിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ലെന്ന് പറഞ്ഞേ കേട്ടോ ബ്രദറെ. തഫ്സീർ ആർക്ക് വേണം? ഖുറാൻ കഴിഞ്ഞിട്ടല്ലേ തഫ്സീർ ഉള്ളൂ. ഏറ്റവും വലിയ തഫ്സീർ ഖുറാൻ അല്ലേ. ഖുറാന് മുമ്പുള്ള തെളിവ് വേണം. ഖുറാൻ ദൈവഗ്രന്ഥമാണ്. പുതിയ നിയമത്തെ പറ്റി ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. പോയാ? ഇല്ല. അതായത് ആ, യോഹന്നാൻ സുവിശേഷം 16-ാമത്തെ എടേ മിണ്ടായിരിക്കടേ. വചനം. ഞാൻ പറയട്ടെ. ഖുറാന്റെ പുറത്തുനിന്ന് തെളിവ് ചോദിക്കുമ്പോ വേണ്ട പുള്ളി ബൈബിൾ എടുത്തോണ്ട് വരണം. ബൈബിൾ അപ്പൊ തിരുത്തപ്പെട്ടിട്ടില്ലേ? ബൈബിളാണ് ഖുറാന്റെ പുറത്തുള്ളത് സുഹൃത്തെ. ബൈബിൾ തിരുത്തപ്പെട്ട തിരുത്തപ്പെട്ടിട്ടില്ലേ? ഗ്രന്ഥത്തിലേക്ക് എന്തിനാണ് പോകുന്നത് ദൈവിക ബ്രദറെ? ബൈബിൾ വചനങ്ങളില്ല ഞാൻ പറഞ്ഞു. തിരുത്തപ്പെട്ടതല്ലേ? ബൈബിളില് ബൈബിള് ദൈവിക തെറ്റല്ലേ? വചനങ്ങളില്ല എന്ന് ബൈബിള് തെറ്റല്ലേ? അഭിപ്രായമില്ല. ബൈബിള് ഓക്കെ ഒരു മിനിറ്റ്. ശരി, ഇനി പുള്ളി ബൈബിളിൽ നിന്ന് തന്നെ കൊണ്ടുവരികയാണ്. അപ്പം ഇപ്പൊ ഖുറാന്റെ നിലനിൽപ്പിന് ബൈബിൾ ആവശ്യമാണ് എന്നൊരു നയം വ്യക്തമാക്കി കഴിഞ്ഞു. ബൈബിൾ നിങ്ങൾ ഇല്ലാതെ ഖുറാനില്ല. നിങ്ങൾ മിണ്ടായിരിക്കും. ഞാൻ ഈ പറഞ്ഞു ഈ കഴിയട്ടെ. ഈ ഞാൻ പറഞ്ഞു കഴിയട്ടെ. ബൈബിൾ ഇല്ലെങ്കിൽ ഖുറാൻ ഇല്ല. ഇപ്പൊ പുള്ളി മനസ്സിലായോ? ഖുറാന്റെ ആധികാരികത തെളിയിക്കാൻ പുള്ളിക്കുള്ള പുസ്തകം ബൈബിളാണ്. ഓക്കെ അവിടെ നമുക്ക് ഇനി അടുത്തേക്ക് പോവാം. ഓക്കെ, തുടർന്നോളൂ മഹബൂബ്. പറയാൻ സമ്മതിക്കാത്തത് ഞാൻ ഇല്ല, ഖുറാന്റെ പുറത്ത് നിന്ന് ഞാൻ മെഹബൂബ് പറയും. ദൈവമാണ് എന്നുള്ളതിന് തെളിയിക്കാൻ കൊണ്ടുവരാ. ഓക്കെ പറയും. എല്ലാരും കേൾക്കണേ. അപ്പൊ ആദ്യം നമ്മൾ ഒരു പോയിന്റ് തെളിയിച്ചു കഴിഞ്ഞു. അതാണ് ഞാൻ ഖുറാന്റെ നിലനിൽപ്പിന് ബൈബിളാണ് ഉള്ളത്. ബൈബിളേ ഉള്ളൂ. ബൈബിൾ ഇല്ലെങ്കിൽ ഖുറാൻ ഇല്ല അല്ലേ? ഓക്കെ, പറഞ്ഞു. ഖുറാന്റെ ആധികാരികത തെളിയിക്കാൻ ബൈബിൾ ഉണ്ടെങ്കിലേ പറ്റൂ. ഓക്കെ, തുടർന്നോളൂ. വചനങ്ങൾ ഇല്ല എന്ന് ഒരു മുസ്ലിമും തുടർന്നോ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ഓക്കെ. മനസ്സിലാക്കിയിട്ടുള്ള ഫാൾട്ടാണ്. ഒരു എന്ത് മുസ്ലിമും അല്ലല്ല അത് ഞാൻ കേട്ടില്ല. എന്താ ഫോൾട്ട്? എന്താണ് ഫോൾട്ട് എന്താണ്? അതായത് ബൈബിളില് ദൈവിക വചനങ്ങൾ ഇല്ല എന്ന് ഒരു മുസ്ലിമിനും വാദമില്ല. പക്ഷെ അതിൽ മനുഷ്യ വചനങ്ങളും കയറി കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏതോ ഒരു അബ്കാരിയെ കയറ്റി വിട്ടതാണ് യേശു കാനായിൽ മദ്യം കളിക്കുക എന്ന് പറയുന്നത്. അവന് മദ്യം മുക്കാൻ വേണ്ടിട്ട്. ചോദ്യം അതാ ഞാൻ ഇവിടെ അവൻ വന്നു മെഹബൂബേ സുഹൃത്ത്, നിങ്ങൾ എന്താണ് ഇടയിൽ കയറി കളിക്കുന്നത്? വല്ലാത്തൊരു കട്ടകാലാണല്ലോ. എനിക്കും ചോദിക്കാനുള്ളത്. മെഹബൂബെ ആ പെയിന്റ് അടിക്കുക വീട്ടിൽ പോയി, അതാണ് എനിക്ക് പറ്റുന്നത്. ഞാൻ പറയുന്നത് ഇടയിൽ കളിക്കുന്നത്. അല്ല, ജെന്റിലിന് വേണ്ടിയിട്ട് ഞാൻ മോഡ് ചെയ്യാം. ഞാൻ മോഡ് ചെയ്യാം. താങ്ക് യു. ഒരു മിനിറ്റ്. കാരണം വെച്ചാൽ നല്ലതായിട്ട് പോട്ടെ. നല്ലൊരു ടോപ്പിക്കാ ജെന്റിലും. മെഹബൂബ് പോയി. അദ്ദേഹം എവിടെ പോയി? വൈറ്റ് വാഷ് ചെയ്യാൻ പോയി. ചർച്ച മൂക്കെന്ന് പറഞ്ഞപ്പോ പുള്ളി സ്ഥലം വിട്ടു. അല്ലല്ല, അത് ആക്ച്വലി ഈ ചർച്ച മുമ്പോട്ട് പോകണമെങ്കിൽ നല്ലതായിരുന്നു. ആക്ച്വലി പുള്ളി നല്ലൊരു പോയിന്റിലെ കൊണ്ട് എത്തിച്ചേർന്നത്. പക്ഷെ അങ്ങനെ പോകൂല. പുള്ളി എത്ര ചമ്മിയാലും വരും. അങ്ങനെ വിട്ടാനും പറ്റൂല. കാരണം അതൊക്കെ ചാനലിൽ കേറുമ്പോഴേ നല്ല രസമാണ് പുള്ളിയുടെ സംസാരം യൂട്യൂബില്. അത് ശരിയാ, നല്ലതാ. അല്ല, ഇവിടുത്തെ യഥാർത്ഥ വിഷയം ഹൂറിനിസ ആയിരുന്നു. ജെന്റിൽ ബ്രദറെ, ഹൂറിനിസ. ഞാൻ കുറച്ച് കേട്ടു. പക്ഷേ പുള്ളി അപ്പോഴേക്കും കുറെ ഡയലോഗ് ബൈബിളിന് തന്നെ യേശു ദൈവമല്ലാന്നൊക്കെ പറയണത് എനിക്ക് സഹിക്കൂ. അതുകൊണ്ട് കയറി വന്ന സോറി. അത് പുള്ളിക്ക് രക്ഷപ്പെടാനുള്ള ഇതല്ലേ. ഹൂറിമാരെ ഇപ്പൊ ഇസ്ലാമിക ഇവർക്കൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിക്ക് ഡൈവേർട്ട് ചെയ്യാനായിട്ട് പുള്ളി കൊണ്ടുവന്നാണ് ബൈബിള്. അതിപ്പോ ഏത് ടോപ്പിക് എടുത്താലും ഉത്തരം മുട്ടി കഴിഞ്ഞാൽ ബൈബിളിലോട്ട് ഓടും. അതിപ്പോ ആസ് യൂഷ്വൽ നമ്മളത് വളരെ യൂസ്ഡ് ആയി. പ്രദേശം ഒരു കമന്റ് പറഞ്ഞോട്ടെ. താഴെ ഇരിക്കുന്ന ബിഗ് ബിയോ അയാളോട് ഒരു ചോദ്യം. മറ്റേ ബെഹബൂബ് തേച്ചൊട്ടിക്കാൻ പോയതാണ് ഇറങ്ങി ഓടിയത്. നിസുവാ വിട്ടേ. ഒരു ചോദ്യം ചോദിച്ചെന്നുള്ളൂ. അല്ല, തേച്ചൊട്ടിക്കല് മെഹബൂബേ എന്ന് പറഞ്ഞോണ്ടേ അവൻ തേക്കാൻ പോയാന്ന് തോന്നുന്നു. പിന്നെ മെഹബൂബ് തേപ്പാ മേസ്ത്രി പണിക്കാരനോ? പറയടേ. അല്ല വർക്കി ബ്രദറെ, ഈ മെഹബൂബ് പറഞ്ഞല്ലോ അവിടെ പെയിന്റിങ് ആണെന്ന് പറഞ്ഞില്ലേ. പെയിന്റ് ഇവിടെ ഇപ്പൊ അടിക്ക് തേക്കുന്നില്ല മെഹബൂബ്. പുട്ടിയിടുമായിരുന്നു. അതാ
ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചത് വളരെ റിലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ അള്ളാഹു എന്താണ് ദാസന്മാരെ കുറിച്ച് മാത്രം പറയുന്നത്, ദാസ്യമാരെ കുറിച്ച് എന്താ പറയാത്തതെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്റെ ഉസ്താദ് ഒന്ന് മറുപടി പറയാൻ പറ്റുമോ? ഞങ്ങൾ രാവിലെ മുതൽ എന്താണ് ചോദിച്ചോണ്ടിരിക്കുക. ചോദ്യം കേട്ടില്ല. അല്ല ജെന്റിൽ അതായത് ബ്രദറെ, ഇപ്പൊ ആ ഈ ചോദിച്ചു. ബോബി ബ്രദർ ചോദിച്ചു. അല്ല, ഇതിനകത്തെ ഈ അള്ളാഹു പറയുന്നത് ദാസന്മാർക്ക് കിട്ടുന്ന പിന്നെ സ്വർഗത്തോപ്പുകളും മദ്യപ്പുഴയും മീനിന്റെ കരടും പിന്നെ 72 അങ്ങനെ കുറെ ബാലന്മാരും ഒക്കെയാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്ന ഞങ്ങളുടെ ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീകൾക്ക് അവിടെ എന്തായിരിക്കും കിട്ടുന്നത്? അള്ളാഹുവിന് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അള്ളാഹുവിന് പെൺമക്കൾ എന്ന് പറഞ്ഞാൽ അലർജിയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഖുറാൻ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ജെന്റിൽ എന്താ ഇങ്ങനെ ചോദിക്കണമെന്ന്. പറഞ്ഞുതരാം. എടുക്ക സൂറത്തുൽ നജ്ം എടുക്ക. നമ്പർ പറ, അല്ലാതെ അറിയത്തില്ല. നമ്പർ പറ. സൂറത്തുൽ നജ്ം 53. 53. എടുത്തോ? എടുത്തു. ഇനി അതിന്റെ 19, 20, 21 വായിക്കും. ഓക്കെ, 19, 20, 21. വായിച്ചു. ലാത്ത് പോട്ടെ. കേൾക്കുന്നില്ല. ലാത്തയും കൊണ്ട് പോയോ അങ്ങ്? അത് ഈ ഖുറാൻ വായന തുടങ്ങിയ ഈ ക്ലബ് ഹൗസിൽ പോലും എന്നെ അലർജിയാന്ന് അറിയാം, തോന്നുന്നു. നമ്മൾ ഇതിനകത്തുനിന്ന് മാറുമ്പോ അത് കേൾക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അതുകൊണ്ട് ആരുടെ കയ്യിലുള്ളവരല്ലോ ഒന്ന് വായിക്കാം. ഞാനിപ്പം മറ്റേ എടുത്തു വരുമ്പോ ഇതങ്ങ് എനിക്ക് ശരിയാ ഇതിനകത്ത് ശരിയാ. കണക്ഷൻ പോകും. പുള്ളി വായിച്ചോണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ പുള്ളി കേൾക്കത്തില്ല. വേറെ ആരെങ്കിലും ഒന്ന് വായിക്കാം? എന്നോട് റെഫറൻസ് ഒന്ന് പറയാമോ? അലൻ ഓക്കെ, ബ്രദർ ഞാൻ വായിക്കാം. 53-ന്റെ 19, 20, 21. 21, 22, 22. എടുക്കുന്നവര് വായിച്ചോ, ഞാൻ നോക്കാമെങ്കിൽ. ലാത്തയെയും ഉസ്സയെയും പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വേറെ മൂന്നാമതായുള്ള മനാത്തെ പറ്റിയും. സന്താനമായി നിങ്ങൾ കാണും അള്ളാഹുവിന് പെണ്ണുമാണെന്നോ? എങ്കിൽ അത് നീതിയില്ലാത്ത ഒരു ഓഹരി വെക്കൽ തന്നെ. മതി, ഒന്നുകൂടെ വായിച്ചേ. എന്നിട്ട് അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തന്നെ. ലാത്തയെ ഉസ്സയെയും പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് വെച്ചാല്, ആ, ലാത്തയെ ഉസ്സയെ പറ്റി നിങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന്. ആ, വേറെ ആ, മൂന്നാമതായ മനാത്തെ പറ്റിയും. ലാത്തയും ആ. ലാത്തയും ഉസ്സയും മാത്രമല്ല, മൂന്നാമതായ ഒരാളും കൂടെ ഉണ്ട്, മനാത്തെ പറ്റിയും. അതായത് ഈ 3 എണ്ണത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലേ? അതെ. ഈ മൂന്ന് സന്താനമായി മക്കൾ. 3 പേരുണ്ട്, 3 പെൺകുട്ടികളുണ്ട്. അതെ. അതായത് സൻ- 3 പെൺകുട്ടികളെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ. അല്ലാതെ ചോദിക്കുകയാണ് ഖുറാനിലെ. ഓക്കെ. സന്താനമായി നിങ്ങൾ കാണും അള്ളാഹുവിന് പെണ്ണുമാണെന്നോ? ഇത് ആരാ ചോദിക്കണേ? അള്ളാഹു. അള്ളാഹു സന്താനമായി നിങ്ങൾക്ക് ആണും അത് ആരോടാ അള്ളാഹുവിന് ചോദിക്കുന്നത്? പെണ്ണുമാണെന്നോ? ഹലോ, ഞാൻ ഓഡിബിൾ ആണ്, ചെക്കിങ്. കേക്കാം. അപ്പൊ സന്താനമായിട്ട് നിങ്ങൾക്കാണും അള്ളാഹുവിന് പെണ്ണും. ഇത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി, ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിന്റെ തെളിവ്. എങ്കിൽ അത് നീതിയില്ലാത്ത ഒരു ഓഹരി വെക്കൽ തന്നെ. അതെങ്ങനെയുണ്ട്? നിങ്ങൾ പറ. എടാ, നീ എടുത്തിട്ട് അള്ളാഹുവിന് പെണ്ണ് കൊടുക്കണ. അള്ളാഹു പറയാ ഇത് നീതിയല്ല എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ അഭിപ്രായത്തില് ഇത് അള്ളാഹു പെൺമക്കൾ ആരെടുത്ത ഉണ്ടാവുന്നത് ഇത് അള്ളാഹു ആരെടുത്താ പറയുന്നത്? ഹുബലിന്റെ അടുത്തോ? അത് മുഹമ്മദിന്റെ അടുത്ത്. അത് ആരുടെ അടുത്തായാലും സംഗതി ഇപ്പൊ കേക്ക്. സംഗതി ഇത്രേ ഉള്ളൂ. അള്ളാഹു ഇവിടെ കരയല്ലേ പെൺമക്കളെ കിട്ടിയതിന്? ആണോ ഇത് അല്ലയോ? ഓഹരി വെച്ച ആരാണ് ബ്രദർ? അതൊന്ന് പറഞ്ഞു തരാമോ? അതെ, ഓഹരി ഓഹരിയാണ് അവിടെ പറഞ്ഞു, ഓഹരി വെക്കൽ. അല്ല, സംഗതി കേക്ക്. എന്തായാലും അള്ളാഹു പറയാണ്, ഇത് പെൺമക്കള് എനിക്ക് കിട്ടിയത് ശരിയായില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, അള്ളാഹുവിന് ആൺമക്കൾ കൊടുത്തിരുന്നെങ്കിൽ അള്ളാഹു ഇവിടെ എന്ത് പറയായിരുന്നു?
ഇതേ സ്റ്റേറ്റ്മെന്റ് മാറ്റി വായിച്ചു നോക്കിയേ. നീതിയായ ഓഹരി വെക്കൽ തന്നെ എന്ന് പറഞ്ഞേനെ. ഈ അള്ളാഹുവിൻ്റെ ഒരേ കാര്യം ഇവിടെ പറയുന്നത് കേട്ടില്ലേ, പെൺമക്കള് ഇല്ലാന്നും പറഞ്ഞ ഒരു സ്ഥലത്ത് പറയണു, ഒരു സ്ഥലത്ത് ഗേൾ ഫ്രണ്ട് ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയണു. അല്ല അല്ല ബ്രദറെ, വേറൊരു കാര്യം കൂടി. ജനറൽ ബ്രദറിന്റെ മൈക്ക് അൺമ്യൂട്ട് ആണ്, പക്ഷെ സൗണ്ട് കേൾക്കുന്നില്ല കേട്ടോ. ഈ ഈ ഇവിടെ മെഹബൂബ് പറഞ്ഞൊരു വേറൊരു കാര്യമുണ്ട്. ബൈബിളിൽ മനുഷ്യന്റെ വചനങ്ങളുണ്ട്. മെഹബൂബ് കണ്ടിട്ടില്ലാത്തതാണ്, പിശാജ് പറഞ്ഞ കാര്യങ്ങൾ വരെ ബൈബിളിലുണ്ട്. മെഹബൂബിന്റെ ഒരു ഇവരുടെ ഈ മുസ്ലിങ്ങളുടെ ഒരു വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഖുറാനിലുള്ളത്, അതുപോലെയാണ് ബൈബിൾ എന്നാണ് ഈ മെഹബൂബ് വിചാരിച്ചേക്കണത്. നമ്മൾ അലംബ്രദറെ നമ്മൾ കഴിഞ്ഞ ദിവസം ആ റൂമിൽ ഡിസ്കസ് ചെയ്ത് 38:5 അതെ അതെ അബൂ തലീബ് അതെ അല്ലേ? അതെ. അത് തന്നെ. അതൊന്ന് മെഹബൂബിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വിടായിരുന്നു, അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് ആരുടെ വാക്കുകളാണെന്നുള്ളത് ചോദിച്ചിട്ട് വിടായിരുന്നു. അയ്യോ, അബൂ തലീബിന്റെ മാത്രമല്ല, ഉമറിന്റെ വാക്കുണ്ട്, അബൂബക്കറിന്റെ വാക്കുണ്ട്, എല്ലാം ഉണ്ട്. ഈ ഖുറാനിലൊരു ആയത്തില്ലേ, എന്തുവാ, മുസ്ലിങ്ങൾ നജസ് ആകുന്നു, ഇനിയും അടുത്ത വർഷം മുതൽ മസ്ജിദുൽ ഹറാമിലേക്ക് അവരെ പ്രവേശിപ്പിക്കരുതെന്നുള്ള ഒരായത്തില്ലേ, Yeah. അത് ഉമറിന്റെ വാക്കാണ്. ഉമർ പറയുന്ന കാര്യമാണത്. മുഹമ്മദിന്റെ മരണത്തിന് ശേഷം ഉമർ പറയുന്ന കാര്യമാണത്. ഇവർക്ക് അതിനൊരു ബേസിക് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം, ഈ ബൈബിളും ഖുറാനും തമ്മിലുള്ളൊരു വ്യത്യാസം, എന്നിട്ട് സംസാരിപ്പിക്കണം. പുള്ളി തക്ക സമയത്ത് അങ്ങ് സ്ഥലം കാലിയാക്കിയല്ലോ, എന്തായാലും കൊള്ളാം. അത്രയും നേരമായിട്ട് വായിട്ടടിച്ചിട്ട് ക്ലൈമാക്സ് ആയപ്പോ ആ പുള്ളി സ്ഥലം വിട്ടു. ബൈബിളിൽ കയറി കുറച്ച് നേരം ഒളിച്ചിരിക്കാൻ നോക്കി, പക്ഷേ സ്പേസ് കിട്ടിയില്ല. സ്ഥിരം പരിപാടിയാണല്ലോ, യേശു ദൈവമാണോ, യേശു ദൈവമാണെങ്കിൽ ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടോ. ഇത് ഡെയിലി ഈ ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം പറ്റി ഞാൻ എവിടെ നിന്നൊക്കെ കേൾക്കാറുണ്ട്. ജെന്റിൽ ബ്രദറിന്റെ മൈക്ക് അൺമ്യൂട്ട് ആണോ? സോറി ഗൈസ്. സംസാരിച്ചോ, കണ്ടിന്യൂ ചെയ്തോ. അപ്പൊ സംഗതി എന്തായിരുന്നു? ഇപ്പൊ ഇവിടെ അള്ളാഹുവിന് പ്രശ്നം എന്താണ്? അള്ളാഹുവിന്റെ ഇവിടുത്തെ പ്രശ്നം ആർക്കെങ്കിലും പറയാവോ? അള്ളാഹുവിൻ്റെ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേബി ബോയ് ഇല്ലാത്തതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ അള്ളാഹുവിന് ബേബി ബോയ് കൊടുത്തിരുന്നെങ്കിൽ അള്ളാഹു പറയും, ഇനിയിപ്പോ ഇത് ഈ ബി എന്ന് പറയുന്നത് ചിലപ്പോ ബേബി ബോയ് ആയിരിക്കും അള്ളാഹുവിന്റെ. അപ്പൊ ഈ അള്ളാഹുവിന്റെ ബേബി ബോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഈ ബേബി ബോയിനെ കിട്ടിയിട്ടും പുള്ളിയെ സ്വീകരിച്ചിട്ടില്ലല്ലോ. ഈസ എന്ന് പറഞ്ഞൊരു ബേബി ബോയ് പുള്ളിക്ക് ഉണ്ടായില്ല, എന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത്. ഇല്ലില്ല, അത് ഞാന് വ്യഭിചാരത്തിൽ ഞാൻ ഉണ്ടാക്കിയതിന് എന്റെ മകനാണ് എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഊതിയിട്ട് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാനത് എന്റെയാന്ന് ഞാൻ എങ്ങനെ പറയുക? ഞാൻ ഊതും, ഉണ്ടാക്കും, എന്നിട്ട് എന്റെ അല്ല എന്നും പറയും. നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇപ്പൊ കറക്റ്റ്. ഞാൻ ഊതുമ്പോൾ സ്ത്രീ ഗർഭിണിയാകും, ഗർഭിണിയായിട്ട് കുഞ്ഞിനെ പ്രസവിക്കും. ഊതി ഉണ്ടായ കുഞ്ഞിന്റെ അപ്പൻ ഞാനല്ല. ഇങ്ങനെയുള്ളതിനൊക്കെ എന്താ പറയാന്നറിയോ? അല്ല പിന്നെ എടാ, ഒരു എന്തിനാ കുഞ്ഞിനെ ഉണ്ടാക്കി അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഊതാൻ പോയത്? അത് എന്റെ ബ്രദറെ ചോദിക്കരുത്. ഞാൻ കുഞ്ഞിനെ ഉണ്ടാക്കും, കുഞ്ഞിന്റെ അപ്പൻ നീയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല എന്ന് പറയും. ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ പറ. ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് എന്റെ കുഞ്ഞാണെന്ന് പറയാൻ തന്റെ ഇടം ഇല്ലാത്തവൻ ആരാ? എടാ, ചങ്കൂറ്റത്തോടെ പറയണേ എന്റെ കുഞ്ഞ, അതെ ഞാൻ അവളെ ഗർഭിണിയാക്കിയത് എന്ന് പറയാൻ പോലും കഴിവില്ലാത്ത ഒരാളെ ഞങ്ങളുടെ വലിയ കൊണാണ്ട്ര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണതിൽ എന്താ അർത്ഥമുള്ളത്? അല്ല, അറിയാൻ വയ്യാണ്ട് ചോദിക്കും. മെഹബൂബ് പെട്ടെന്ന് ഒഫൻഡഡ് ആയത് ഞാൻ ആ ടോയ്ലറ്റ് ക്ലോത്ത് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇത് ഇവരുടെ ഖുറാനിലുള്ള കാര്യമല്ലേ ടോയ്ലറ്റ് ക്ലോത്ത് എന്നുള്ളത്.
പുള്ളി ഒഫൻഡഡ് ആയതൊന്നുമില്ല, പുള്ളി മുങ്ങിയതാ. പുള്ളിക്ക് എന്തോ ഓഫൻഡ് ബാസ്റ്റ്, പുള്ളി മെല്ലെ മുങ്ങിയതാ. പുള്ളിക്ക് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു. തേഞ്ഞൊട്ടാൻ മെഹബൂബിന്റെ അല്ല ജീവിതം വീണ്ടും ബാക്കി. അല്ല പാവം പുള്ളി വരട്ടെ. എനിക്ക് പുള്ളിയോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഇങ്ങനെ ഒരു പൊട്ടനെ പോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നോളൂ. നല്ല രസമാണ് പുള്ളി. ഈ കൊച്ച് വെറും മദ്രസ പൊട്ടൻ പോലെ ഇല്ലേ, അങ്ങനെ. ആ ബീബി കേറി വരുന്നെങ്കി ബാ കൊക്കരക്കോക്കോ, ബാ ബീ 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 ബീ. കേറി വാ. ബാ 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 ബാ, ഇങ്ങനെയാണ് വിളിക്കണ്ടേ? ആ അങ്ങനെ വിളിക്കേണ്ടത്. കുറച്ച് അത് റേസിൻസ് വിളിച്ചതാണോ സ്റ്റാർട്ടിങ്ങിൽ കല്ലെടുത്ത് കുറച്ച് എറിഞ്ഞ് ഓടിച്ചതാണോ? അരിമണി ഇട്ട് കൊടുക്കാം. അരിമണിയല്ല ഇട്ട് കൊടുക്കുക, അത് ഗോതമ്പോ. എന്നെ ഇട്ട് കൊടുത്താലും വരും. എന്നേ അല്ലേ, ഈ ഇട്ടിങ്ങനെ ബാ ഇതിന് ബാ വേണമെങ്കിൽ ബാ ബാ. കൺസെന്റ് ചോദിക്കാൻ പെൺകുട്ടികളെ ഇട്ട് കൊടുക്കേണ്ടി വരും. കൺസെന്റ് ഒരു അല്ല, 5 അത് മാത്രം പെൺകുട്ടികൾ. വിടില്ല. കൺസെന്റ് ഇവിടെ അത് കിട്ടുമെന്ന് വിചാരിച്ചാൽ വരണ്ട. അല്ല, അത് സ്പീക്കർ പാനലിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ വന്നേനെ കൺസെന്റ്. അത് അല്ലാഹുവിന്റെ അടുത്തേ ഉള്ളൂ. അല്ലാഹു പുള്ളി കൺസെന്റും ചോദിക്കില്ല. എടാ കൺസെന്റ് ചോദിച്ചിട്ടാണോ ഊതാൻ പോയത് എന്ന് സമ്മതിക്കുവോ? ഇത് ഞാൻ ഗുഹ്യഭാഗം കാത്തു സൂക്ഷിച്ചു, അവിടെ കേറിയിട്ട് പൂർണ്ണ മനുഷ്യന്റെ രൂപത്തിൽ പോയിട്ട് ഊതിയിട്ട് വന്നിട്ട് എന്ത് കൺസെന്റ് ചോദിച്ച് ഞാൻ ഊതട്ടെ എന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. കൺസെന്റ് ചോദിക്കുന്ന പരിപാടി പുള്ളിക്കില്ല. അത് ശരിയാ. അത്രയും നാളും ഗുഹ്യഭാഗം കാത്തു സൂക്ഷിച്ചു വെച്ച ഒരു പെണ്ണിന്റെ അടുത്ത് പോയി ചോദിക്കാതെയും പറയാതെയും ഒരു അത് മരുഭൂമിയിലെ കൊള്ളാം. ഒറ്റയ്ക്ക് മാറി താമസിച്ച് അല്ല, മരുഭൂമി വേറെ താമസിച്ചിട്ട് കാര്യമുണ്ട്. അതും വിടവിലൂത് ഊതി ഇത്ര ഈ വിടവ് നോക്കി ഊതാൻ പോണ്ട വല്ല ആവശ്യമുണ്ടോ പുള്ളിക്ക്? ഈ പിന്നെ ബ്രദറെ നമ്മള് ഈ മെഹബൂബ് ഇവിടെ പറഞ്ഞല്ല, ഈ ബദർ യുദ്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ നമ്മൾ. ഈ ബിനുഷാക്കിന്റെയും അൽത്തബരിയിലൊക്കെ നോക്കി കഴിയുമ്പോൾ റെയ്ഡം എന്നാണ്ടോ എഴുതി വെച്ചേക്കണതൊക്കെ. ഇവന്മാരത് ഇവൻച്വലി അതൊക്കെ യുദ്ധമാക്കി മാറ്റിയതാണ്. അതെ അതെ, അത് ബനു അത് റെയ്ഡ് ഖുറൈഷിനെ മുഴുവൻ അത് കൊല്ലാൻ റെയ്ഡ് വേണ്ടി പോയതാ. തന്നെയാണ്. ബനു ഖുറൈഷിനെ കൊല്ലാൻ വേണ്ടി പോയ റെയ്ഡ്സ് ആണിത്. അതെ, റെയ്ഡം തന്നെ എഴുതി വെച്ചേക്കണേ. റെയ്ഡ്സിന് യഹൂദന്മാരെയും നാസറീൻസിനെയും സാബീനുകളെയും ഖുറൈഷികളെയും കൊല്ലാനുണ്ടാക്കിയ റെയ്ഡ്സ് ആണ് ഇതെല്ലാം. ഇത് യുദ്ധമാക്കി മാറ്റിയേക്കുക. ഇപ്പൊ 9:123 വായിച്ച ഇപ്പൊ അയൽവാസികളോട് എന്ത് യുദ്ധം ചെയ്യാനാണ് കൊണ്ട് അവിടെ അയൽവാസിയിൽ ഒരു അല്ല 10 അല്ല പേര് അല്ല, അത് താമസിക്കുന്നത്. തെറ്റാണ്. അത് തെറ്റാണ്. 9:123 അങ്ങനെ എഴുതിയിട്ടില്ല. അയൽവാസികളോട് യുദ്ധം ചെയ്യണമെന്ന് എഴുതിയിട്ടില്ല. കാണിച്ചു തന്നെ, എടുക്ക് പിന്നെന്ത് എഴുതിയിരുന്നു? എടുക്ക് 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 എടുക്ക്. നിങ്ങള് അതിന്റെ മലയാളം സോഫ്റ്റ് ആക്കരുത്. യുദ്ധം ചെയ്യണമെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. എന്റെ അറബി എടുത്ത് വായിച്ചു നോക്ക്. കാത്തലുള്ള ദീന എന്ന് പറഞ്ഞ കൊല്ലുക എന്നല്ലേ? ആ ഖാതലൽ അദീന, കൊല്ലുക, അല്ല യുദ്ധം ചെയ്യുകയാണോ? ഓ യു ഹു ഹാവ് ബിലീവ്ഡ് ഫൈറ്റ് അഗൈൻസ്റ്റ് ദോസ് ഹു ആർ ജസ്റ്റ് സെന്റ് ടു ആ യു ഫൈറ്റ് ഓഫ് ദ എന്നുള്ളതിന്റെ ഡിസ്ബിലീവ്. അറബി വാക്ക് നോക്കിയേ. അത് ഇവര് ട്രാൻസ്ലേഷനിൽ ഡയല്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന് സംശയമൊന്നും അതുകൊണ്ടാ വേണ്ട. പറഞ്ഞത്. അപ്പൊ യുദ്ധം ചെയ്യാന്നല്ല അവിടെ, ഖാതലു എന്ന് തന്നെയാ. ഇത് പ്രശ്നം വെച്ചാലേ, അല്ല നമ്മളിപ്പോ ഈ ഒരു ആയത്ത് ഇപ്പം ഇതെടുത്ത് വായിക്കാൻ പറ്റില്ലെന്നുള്ള അവസ്ഥയായി. കാരണം വെച്ചാൽ ഈ ഖുറാനിൽ കംപ്ലീറ്റ് ഈ ട്രാൻസ്ലേഷനും മാറ്റി ബ്രോ, ഇവര് ന്യൂക്ലിയർ ബ്രോ, തിരിച്ചു. ഞാൻ ഈ തെളിവ് തരാം. ഇപ്പോ ഇപ്പൊ യേശു ക്രിസ്തുവിനെ അവർ കൊന്നിട്ടില്ല എന്ന് ഉപയോഗിച്ചിരിക്കണ നവ കത്തലൂഹു നവ സലീബുഹു, നവ കത്തലൂഹു, അതേ ആ കത്തൽ തന്നെയാണ്. കത്തൽ എന്ന് പറഞ്ഞാൽ അവർ കൊന്നിട്ടില്ല എന്ന വാക്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നവ കത്തലൂഹു, അവരവനെ കൊന്നിട്ടില്ല. നവ സലീബുഹു, അവനവന്റെ കുരിശിൽ തറച്ചിട്ടുമില്ല എന്ന് പറയുന്ന കത്തൽ, കത്തല, കത്തലു എന്ന് പറയുന്ന കത്തലുഹു, അവർ കൊല്ലുക, പ്ലൂറല്. അപ്പൊ അതിന്റെ ആ കത്തൽ എന്നുള്ള അതേ വാക്കാണ് ഈ സൂറ 9 സൂറത്ത് തൗബയുടെ 123 ഉപയോഗിച്ചിരിക്കുന്നത്. ഖാതിൽ, കൊല്ലുക എന്ന പദം തന്നെയാണ്. അപ്പൊ അതിന് എത്ര വൈറ്റ് വാഷ് ചെയ്താലും ഒരു ഇച്ചിരി സാമാന്യമായിട്ട് ഇത് റൂട്ട് വേർഡ്സ് പഠിച്ചവർക്ക് ഇത് സംഗതി മനസ്സിലാവും. പിന്നെ അല്ലേ ഡീപ്പർ തിയോളജി.
ഇതിൽ ഡിസ്ബിലീവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പെടും. ഓ യു വു ബിലീവ് ഫൈറ്റ് ദോസ് ഹു മുസ്ലിങ്ങളല്ലാത്ത ഡിസ്ബിലീവേഴ്സ്, എല്ലാവരും. എല്ലാവരും പെടും. ഏയ് നിങ്ങള് ഇംഗ്ലീഷ് വായിക്കരുതെന്ന്, അറബി എടുക്ക്. അറബിയിൽ ആ വാക്ക് ഏതാന്ന് നോക്ക്. ഡിസ്ബിലീവേഴ്സ് എന്നുള്ളതിന് പദം നോക്ക്. അപ്പൊ കുഫാരി മനസ്സിലാവും കുഫാരി എന്താ സംഗതി. ആ കുഫാർ. കുഫാർ എന്ന് പറഞ്ഞാൽ എന്താ? എനിവൺ ഹൂ ഇസ് നോട്ട് എ മൂമിനീൻ. വിശ്വാസി അല്ലാത്ത എല്ലാവരും കുഫാർസ് ആണ്, കാഫിർ. നമ്മുടെ കമാൽ പാഷ പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് സൗദി അറേബ്യയിൽ വെച്ച് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വായിക്കാം, കേരളത്തിൽ വായിക്കുമ്പോൾ ഈ രീതിയിലും വായിക്കാം. ഓരോരോ ഭാഷാണങ്ങള്